എല്ലാവരും അറിഞ്ഞിരിക്കും. ബാംഗ്ലൂരിൽ വിജയം ആഘോഷിക്കാൻ പോയി 9 മേലെ ആൾക്കാർ മരിച്ചു കഴിഞ്ഞു, 50 കൂടുതൽ പരിക്കുണ്ടെന്ന് പറയുന്നു. നമുക്ക് ആ മരിച്ചവർക്ക് വേണ്ടി റെസ്പെക്ട്, നമ്മുടെ ഒരു ഹോമേജ്, 1 മിനിറ്റ് നമുക്ക് ഒരു സൈലന്റ് പ്രയർ നമ്മൾ എവിടെയാണോ അവിടെ ഇരുന്നുകൊണ്ട് ചെയ്യുക, പ്ലീസ്. താങ്ക് യു ഓൾ. ഇന്ന് നമ്മുടെ 104ാമത്തെ വെബിനാറാണ്. സൈജു പറഞ്ഞ മാതിരി നമ്മൾ ഫോൺ കറക്കിക്കൊണ്ടിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. 360 ഡിഗ്രിയിൽ കറക്കി ഒരു നമ്പർ എടുത്തിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ട്രെങ്കോളും അർജന്റ് ട്രെങ്കോളും പിന്നെ ലൈറ്റ്നിങ് കോളും ഇതെല്ലാം ചെയ്തിരുന്ന കാലഘട്ടമുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ലൈറ്റ്നിങ് കോളിന് വേണ്ടി പോസ്റ്റ് ഓഫീസുകളിൽ പോയി മണിക്കൂറുകളോളം കാത്തിരുന്നു. ലൈറ്റിംഗ് ഒന്നും അല്ല, ലൈറ്റിംഗിന് പേര് മാത്രമേ ഉള്ളൂ. ഒരു ദിവസം മുഴുവൻ കാത്തിരുന്ന് ഫോൺ ചെയ്തിരുന്ന കാലഘട്ടമുണ്ട്. ആ കാലഘട്ടം എല്ലാം പോയി. ഇന്ന് പ്ലീസ് കോൾ മിസ്റ്റർ ജോസഫ് സാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോൺ ജോസഫ് സാറിന്റെ നമ്പർ എടുത്തിട്ട് നേരെ വിളിച്ച് നമുക്ക് കണക്ഷൻ തരും. പിന്നെ ജോസഫ് സാറിന്റെ ഫോൺ, ജോസഫ് സാർ ബിസിയാണ്, നമ്മൾ അറിയിക്കും ഈസ് ബിസി, കോൾ ലേറ്റർ ഓർ കോൾ ആഫ്റ്റർ സം ടൈം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മുടെ എല്ലാ ഫീൽഡിലേക്ക് എത്തിക്കഴിഞ്ഞു. കാറുകൾ ഡ്രൈവറില്ലാതെ ഓടുന്നു. വരും കാലങ്ങളിൽ പ്ലെയിനുകൾ പൈലറ്റ് ഇല്ലാതെ പറക്കും. നമ്മൾ പ്രതീക്ഷിക്കാത്തതും പലപ്പോഴും ഇമാജിൻ ചെയ്യാത്ത രീതിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞു. നമ്മൾ പലരും അതിലേക്ക് എത്തിപ്പെടുവാൻ, അതിലേക്ക് ഇൻവോൾവ് ആവാൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഈ അവസരത്തിൽ ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റി ഒരു ക്ലാസ് എടുക്കുവാൻ സുസ്മിമാഡ് റെഡിയായത് വളരെ വളരെ നല്ല ഒരു കാര്യവും വളരെ ഉപകാരപ്രദവുമായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒരു വാക്കിൽ തന്നെ ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ റെഡിയായ സുസ്മിമാഡത്തിന്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ. ഇന്നിവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. താങ്ക് യു ഓൾ. ഗുഡ് ഈവനിങ് ഓൾ. ഇന്ന് നമ്മുടെ ഫാക്കൽറ്റി ആയിട്ട് വന്നിരിക്കുന്ന സുസ്മിയെ പരിചയപ്പെടുത്തുക എന്നതാണ് എനിക്ക് നൽകിയിരിക്കുന്ന ചുമതല. ആക്ച്വലി പോസിറ്റീവ് കമ്മ്യൂണിയനിൽ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ് സുസ്മി. അങ്ങനെയാണ് എനിക്ക് സുസ്മിയെ പരിചയപ്പെടാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഒരു ട്രെയിനിങ് കോണ്ടസ്റ്റിൽ ദി ഇന്നർ കോമ്പസ് എന്നുള്ള ഒരു വിഷയവുമായിട്ട് വന്ന് നമ്മളെ ഉള്ളിലുള്ള ഒരു കോമ്പസ് നമ്മളെ നയിക്കുന്നു എന്നുള്ളൊരു ആശയം വളരെ വിദഗ്ധമായിട്ട് 20 മിനിറ്റിനുള്ളിൽ അവതരിപ്പിച്ച കാര്യമാണ് ഞാൻ ഈ സമയത്ത് ഓർക്കുന്നത്. സുസ്മിക്ക് ഒരു സ്വന്തമായിട്ടുള്ള ഒരു IT സ്ഥാപനമുണ്ട്. അതിൽ IT വില്ല കമ്പ്യൂട്ടർ അക്കാഡമിയാണ് നടത്തുന്നത്. തൃശ്ശൂരാണ് സുസ്മിയുടെ സ്ഥലം. പ്രൊഫഷണലി വളരെയധികം ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് സുസ്മി. ധാരാളം സ്കില്ലുകൾ സ്വന്തമായിട്ട് പടുത്തുയർത്തിയിട്ടുള്ളത് നമുക്ക് കാണാം. ഒരു നീണ്ട ലിസ്റ്റ് തന്നെ അതിനായിട്ട് എനിക്ക് പറയാനായിട്ടുണ്ട്. മാതൃഭൂമി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു സർട്ടിഫിക്കേഷനാണ് സുസ്മിക്കുള്ളത്. ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ്. മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ചുറ്റുപാടുകള് നമുക്ക് നൽകുന്നത് അസ്വസ്ഥത തന്നെയാണ്. യന്ത്രങ്ങളും യന്ത്രശക്തികളും നമ്മളെ ചുറ്റുപാടുകൾക്ക് വളരെയേറെ മാറ്റം വരുത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഈ യന്ത്രശക്തിയിൽ നിന്ന്
അവൻ രക്ഷ പ്രാപിക്കാനായിട്ട് അവന്റെ തലച്ചോറിനെ വളർത്തിയെടുത്ത് അവൻ കമ്പ്യൂട്ടറിലേക്ക് വന്നു. കമ്പ്യൂട്ടർ കിട്ടിയപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇനി അവൻ എല്ലാത്തിനും കീഴടക്കുമെന്ന്. എന്നാൽ അതിലും ഉപരിയായിട്ട് ഒരു കമ്പ്യൂട്ടർ ഇന്റലിജൻസ് തന്നെ ഉണ്ടാക്കാനായിട്ട് അവന് ഇന്ന് സാധിച്ചു. അത് ഇന്നൊരു യാഥാർത്ഥ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ യാഥാർത്ഥ്യത്തെക്കുറിച്ച് നമ്മളിൽ ഒരു ബോധ്യം തരാനായിട്ടാണ് ഇന്ന് സുസ്മി ഇവിടെ എത്തിയിരിക്കുന്നത്. അതിനായിട്ട് വളരെ ഹാർദവമായിട്ട് സുസ്മിയെ ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. The dais is yours, സുസ്മി, take it. താങ്ക് യു സർ, താങ്ക് യു. ആദ്യമായിട്ട് എന്നെ ഈ ഗ്രൂപ്പിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത്. അയ്യോ സോറി, മ്യൂട്ടായി പോയി സുസ്മി, മ്യൂട്ടായി പോയി. ഓക്കെ, താങ്ക് യു സർ. ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ആദ്യമായിട്ട് എന്നെ ഈ സെഷനിലേക്ക്, എന്നെ ഈ ഒരു ഗ്രൂപ്പിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതിനും എന്നെ ഇങ്ങനെ ഒരു സെഷൻ എടുക്കാനായിട്ട് വിളിച്ചതിനും ഞാൻ നന്ദി പറയാണ്. അപ്പോൾ ഇതിൽ പലരെയും ഞാൻ നേരിട്ട് കണ്ടിട്ടുമില്ല, പരിചയം പോലും ഇല്ലാത്ത വ്യക്തികളാണ്. എങ്കിൽ കൂടിയും എന്നെ എങ്ങനെയോ കേട്ടറിഞ്ഞ് നിങ്ങൾ ഒരു ട്രെയിനിങ് എടുക്കാൻ വിളിച്ചതാണല്ലോ. താങ്ക് യു. GK സാറിനെയൊക്കെ എനിക്കറിയാം കേട്ടോ, ചില മുഖങ്ങൾ മാത്രമാണ് പരിചിതമായിട്ടുള്ളത്. എനിവേ, എന്നോട് ജോൺ ബേബി സാറ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞപ്പോൾ സാറിന് ഒരുപാട് ആശങ്കകളുള്ള പോലെ എനിക്ക് തോന്നി. ഇതൊരു ഡ്രൈ സബ്ജക്റ്റ് ആണ്, എങ്ങനെ എടുക്കും അല്ലെ സാറേ? സാറിന്റെ അഭിപ്രായം എന്തായിരുന്നു? യെസ് റൈറ്റ്, ഇതൊരു ഡ്രൈ സബ്ജക്റ്റ് ആണ്. യങ്സ്റ്റേഴ്സിനൊക്കെയാണ്, എൽഡേഴ്സിന് ഇച്ചിരി ഡിഫിക്കൽട്ട് ആണ് എൻജോയ് ചെയ്യാൻ എനിക്ക് തോന്നി. അപ്പൊ സാറ് അങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ ഞാൻ അത് പരമാവധി ഒരു ഇന്ററാക്റ്റീവ് സെഷനിലൂടെ ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, കൂടുതലൊന്നും നമുക്ക് ഈ ഒരു സെഷനിലൂടെ ഇതാക്കാനും പറ്റില്ല. അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിന്റെ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ സെഷനിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ എല്ലാവർക്കും എൻ്റെ ഈ സെഷനിലേക്ക് സ്വാഗതം. നമ്മള് ഇനിയുള്ള ഒരു സ്ക്രീൻ കാണാൻ പോകുന്നത് എന്താണെങ്കിൽ, ഇവിടെ നിങ്ങളെ കുറച്ച് ലെറ്റേഴ്സ് ആണ് കാണുന്നത് അല്ലേ? ഇതിന്റെ പുറകില് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് റിവീൽ ചെയ്യുമ്പോൾ അത് എന്താണെന്ന് എനിക്ക് ഇവിടെ നിങ്ങളുടെ ഇന്ററാക്ഷനും കൂടെ വേണം. ഇതിനെ ഒരു ഡ്രൈ സബ്ജക്റ്റിനെ ഒരു എന്താ പറയാ നല്ലൊരു സബ്ജക്റ്റ് ആക്കി മാറ്റണമെങ്കിൽ എനിക്ക് നിങ്ങളുടെ ഇന്ററാക്ഷനും കൂടെ വേണം. അപ്പൊ നമുക്ക് ഒരു ഇന്ററാക്റ്റീവ് സെഷനിലൂടെ ഈ സെഷൻ നമുക്ക് കൈകാര്യം ചെയ്യാം. അപ്പൊ ഈ ലെറ്ററിന്റെ പുറകില് കുറച്ച് ഇമോജീസ് ഞാൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഇമോഷൻസിനെ ഒന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്താൽ മതി. ഇത് എന്തായിരിക്കും? ഈ ഒരു ഇമോഷൻ എന്താണ്? ആംഗർ ആണ്. ഓക്കെ, ദെൻ sadness, ഓക്കെ, surprise, excitement, എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, സർപ്രൈസ്ഡ്. ഇതൊരു വൗ ഫീലിംഗ് ആണ്, ഒരു പ്രൗഡ് ഫീലിംഗ്, ഒരു എന്തോ ഒരു കാര്യം ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് അല്ലെ? അപ്പൊ ഇങ്ങനെ നമ്മൾ കുറച്ച് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എടുക്കാൻ വന്നിട്ട് ഇത് എന്താണ് ഈ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. എന്നാലും നമ്മൾ ഇതെന്താണ്, ഇത് കുറച്ച് ഇമോഷൻസ് ആണ്. അപ്പൊ ഇങ്ങനെ മറ്റുള്ളവരുടെ ഇമോഷൻസിനെയും നമ്മളുടെ ഇമോഷനെയും മനസ്സിലാക്കിക്കൊണ്ട് എംപതറ്റിക് ആയിട്ട് അതിനെ ഡീൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റലിജന്റ് ആയിട്ട് അതിനെ കൈകാര്യം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെയും മറ്റുള്ളവരുടെയും ഇമോഷൻസിനെ മനസ്സിലാക്കിക്കൊണ്ട് അതിന് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ നമ്മൾക്ക് കഴിയുന്ന നമ്മളുടെ ഇന്റലിജൻസിനെയാണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പോ ഇങ്ങനെയുള്ള ഒരു ഇമോഷൻ ഇല്ലാത്ത, എന്നാൽ നമ്മളുടെ ഫീലിങ്സ് നമ്മൾ പറയുന്നതിലൂടെ, നമ്മളുടെ ടെക്സ്റ്റിലൂടെ, നമ്മളുടെ വാക്കുകളിലൂടെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ഇന്റലിജൻസ് ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനായിട്ട് പോകുന്നത്. അതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, പക്ഷെ ഇമോഷൻസ് ഇല്ല.
അങ്ങനെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അങ്ങനെയല്ലല്ലോ, ഇമോഷൻസ് ഒക്കെ ഉണ്ടല്ലോ എന്ന് തോന്നുന്നുണ്ടോ? ഇമോഷൻസ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലും ഫോണില് ജെമിനി എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ടോ? ഇല്ല. ജെമിനി എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ആ ജെമിനിയോട് ചോദിക്കുക, നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഇമോഷൻ ഉണ്ടോ എന്നൊന്ന് ചോദിച്ചാൽ മതി. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യാ. കാണുന്നുണ്ടോ? കാണാനില്ല അല്ലേ? ജെമിനിയില് ഒരു മൈക്കിന്റെ ഇപ്പുറത്ത് ഒരു സ്വിച്ച് ഉണ്ട്, അതിൽ പിടിച്ച് ക്ലിക്ക് ചെയ്താൽ നമ്മൾക്ക് സംസാരിക്കാനായിട്ട് പറ്റും. അപ്പൊ ഞാൻ ജെമിനിയോട് ജസ്റ്റ് ചോദിക്കുകയാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഇമോഷൻസ് ഉണ്ടോ? മനുഷ്യരുടെ പോലെ വികാരങ്ങൾ ഉണ്ടോ? ഇമോഷൻസ്, ഇമോഷണൽ ഇന്റലിജൻസ് ഉള്ളതാണോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഇമോഷണൽ ഇന്റലിജൻസ് ഇല്ല. മനുഷ്യരെ പോലെ ചിന്തിക്കാനും പഠിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും കഴിയുമെങ്കിലും മനുഷ്യർക്കുള്ള പോലെയുള്ള വികാരങ്ങൾ എഐക്കില്ല. കേട്ടോ? കേൾക്കാനായിട്ട് പറ്റിയോ? അപ്പോ നമ്മൾ പറയുന്നതല്ല, എഐ തന്നെ ഇങ്ങോട്ടേക്ക് പറയുന്നതാണ് ഇമോഷണൽ ഇന്റലിജൻസ് ഇല്ലാത്ത വെറും ഇന്റലിജൻസ് ഉള്ള ഒരു മെഷീനാണ് എഐ എന്നുള്ളത്. അതായത് ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മളുടെ ബുദ്ധിയെ മെഷീനുകൾക്ക് കൊടുക്കുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അപ്പൊ നമ്മൾക്കൊന്ന് നോക്കാം എങ്ങനെയാണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതില് ഞാൻ കുറെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിലൊരു സിനിമ പാട്ടും ഒരു സിനിമ പേരും ഒളിച്ചു കിടക്കുന്നുണ്ട്. ഇത് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമോ? 30 സെക്കൻഡ് സമയം ഞാൻ തരാം. ഓ മൈ ഗോഡ്. പറ്റുന്നുണ്ടോ? ഒരു ക്ലൂ തരികയാണെങ്കിൽ നന്നായിരുന്നു. ഫസ്റ്റ് ലെറ്റർ എവിടുന്ന് തുടങ്ങുന്നു? സിനിമ പേരുകൾ അധികം പരിചയമില്ലാത്തതുകൊണ്ട്. എന്തോ? മാമ്പൂവല്ല. ഓക്കെ, അതിന് ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് തരാം. ഇത് ആ മൂവിയുടെ പേരാണ്. കിളിച്ചുണ്ടൻ മാമ്പഴം. യെസ്, കറക്റ്റ്. ആരാണ് അത് പറഞ്ഞത്? വെരി ഗുഡ്. കൊള്ളാം, കൺഗ്രാറ്റ്സ്. അപ്പൊ നമ്മൾ ഫിലിം പേര് നമ്മൾ കണ്ടുപിടിച്ചു. നമുക്ക് പാട്ടൊന്ന് കണ്ടുപിടിക്കാം. 10 സെക്കൻഡ് സമയം തരാമേ. ഏതാ? പൂന്തേനരുവി. യെസ്, കറക്റ്റ് ആയിട്ട് പൂന്തേനരുവി അല്ലേ പറഞ്ഞത്? നമുക്ക് പൂന്തേനരുവി ആണോ എന്നൊന്ന് നോക്കാം. അതെ. നമ്മുടെ പുഴയുടെ അനുഭൂതി. അല്ലേ? അപ്പൊ ഞാൻ ഇത് പ്ലേ ചെയ്തത് വെറുതെ അല്ല. എങ്ങനെയാണ് നിങ്ങൾ ഇത് ഐഡന്റിഫൈ ചെയ്തത്? ഇതിന്റെ കൺസെപ്റ്റ്സ് നമ്മുടെ അടുത്തുണ്ട്. ഈ പൂവിന് പകരം ഞാനൊരു റോസാപ്പൂ വെച്ചു എന്ന് വിചാരിക്കേ. അപ്പൊ നിങ്ങൾ റോസാപ്പൂ ചിന്ന റോസാപ്പൂ അത് പാടുവോ? അല്ലെങ്കിൽ ഞാനൊരു മുല്ലപ്പൂ വെച്ചു, അപ്പൊ നമ്മൾ എന്ത് പറയും? മുല്ലപ്പൂം പല്ലിലോ മുക്കൂത്തി കവിളിലോ, അങ്ങനെ ആയിരിക്കോ പാടുക? അല്ല. കാരണം എന്താണ്, ബാക്കി പിക്ചേഴ്സുകളും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പൊ പൂവുണ്ട്, തേനുണ്ട്, പൊന്നുണ്ട്, മുടിയുണ്ട്, പുഴയുണ്ട്. അങ്ങനെയാണ് നിങ്ങൾ ഇത് പൂന്തേനരുവിയാണെന്നുള്ളത് സങ്കല്പിച്ചത് അല്ലെ? ഇതുപോലെ ഇതെങ്ങനെയാണ് നമുക്ക് മനസ്സിലായത് ഇത് പൂവാണ് തേനാണ് എന്നൊക്കെ എങ്ങനെയാണ് മനസ്സിലായത്? നമ്മുടെ ഇന്റലിജൻസ് കൊണ്ട്. നമ്മുടെ ഇന്റലിജൻസ് മാത്രമല്ല, നമ്മൾ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നേ തന്നെ സ്കൂൾ ലെവലില് അല്ലെങ്കിൽ നമ്മുടെ ഇതുവരെയുള്ള ജീവിത കാലഘട്ടത്തിൽ നമ്മൾ ഇതിനെ ഓരോ പിക്ചേഴ്സും കണ്ട് മനസ്സിലാക്കിയിട്ടാണ് ഇതൊരു പൂവാണ്, തേനാണ്, മുടിയാണെന്നൊക്കെ മനസ്സിലാക്കിയത് അല്ലേ? അല്ലേ മാം? അത് മനസ്സിലാക്കണമെങ്കിൽ ഇന്റലിജൻസ് വേണമല്ലോ മാഡം.
ഇന്റലിജൻസ് വേണം. ഇത് ഇങ്ങനെ പറഞ്ഞ് കണ്ട് ഒരുപാട് കണ്ടിട്ടാണല്ലോ നമ്മളിത് മനസ്സിലാക്കുന്നത്. നമ്മളുടെ മെമ്മറിയിലേക്ക് വെക്കുന്നു. നമ്മളുടെ മെമ്മറിയിലുള്ള കാര്യത്തിനെ നമ്മൾ റീകളക്ട് ചെയ്ത് ഇതിനോട് കണക്ട് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പൊ ഇതുപോലെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ നമ്മൾ ലേൺ ചെയ്യിക്കുന്നത്. ഒരുപാട് പിക്ചേഴ്സ്, ഒരുപാട് കാര്യങ്ങൾ, ഡാറ്റ അതിലേക്ക് കൊടുത്തിട്ട് ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനും ഇന്റലിജൻസ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ക്ലിയർ ആണോ? യെസ്. അപ്പോ നമ്മളിപ്പോ ഒരു ഡ്രോയിങ് വരയ്ക്കുകയാണെങ്കിൽ, ഒരു പൂച്ചയുടെ ഡ്രോയിങ് ആണ് വരയ്ക്കണമെങ്കിൽ ഈ പൂച്ചയുടെ പലതരത്തിലുള്ള പിക്ചേഴ്സ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് നമ്മൾ കൊടുക്കും. അതുപോലെ തന്നെ ഒരു ഷീപ്പ് ആണെങ്കിൽ ഷീപ്പിന്റെ പലതരത്തിലുള്ള ഡ്രോയിങ്സുകൾ നമ്മൾ കൊടുത്തിട്ട് അത് കണ്ടിട്ടാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പറയുന്നത് ഇത് പൂച്ചയാണോ പട്ടിയാണോ കാക്കയാണോ എന്നൊക്കെയുള്ളത് തരംതിരിക്കുന്നത് നമ്മൾ മുന്നേ കൂട്ടി ഫീഡ് ചെയ്ത ഡാറ്റ ഉപയോഗിച്ചിട്ടാണ്. ഇപ്പോ ഇതൊരു ആപ്ലിക്കേഷൻ ആണ്, AI ആപ്ലിക്കേഷൻ ആണ്. ഇതില് നമ്മൾക്ക് ഡ്രോ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരിക. അപ്പൊ ഞാൻ കാണിച്ചു തരാം അതിനുള്ള ഒരു ഇത്. ഇപ്പൊ സ്പീഡ് ബോട്ട് വരയ്ക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. 20 സെക്കൻഡിനുള്ളിൽ ഒരു സ്പീഡ് ബോട്ട് വരയ്ക്കണം. എനിക്ക് സ്പീഡ് ബോട്ടൊന്നും വരയ്ക്കാൻ അറിയില്ല. അപ്പൊ ഞാന് എന്തെങ്കിലും ഒരു വരയ്ക്കുമ്പോ ഇതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള കേൾക്കാമല്ലോ അല്ലെ? I see pencil or swimming pool or marker. സൗണ്ട് കേൾക്കുന്നുണ്ടോ? അപ്പൊ ഈ ഒരു പിക്ചർ വരച്ചപ്പോ തന്നെ അത് പറയുന്നത് എന്താണ്? അതിന് കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് പറയുന്നത്. അങ്ങനെ 3-4 പിക്ചേഴ്സ് ഈ ഒരു ഇതില് നമുക്ക് കിട്ടൂട്ടോ. എന്താണെങ്കിൽ അത് വരച്ചു കൊടുക്കണം. എനിക്ക് വരയ്ക്കാനൊന്നും അറിയില്ല, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാണ്. ഇത് കമ്പ്യൂട്ടർ കീബോർഡ് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് വരയ്ക്കാൻ അറിയാത്തതുകൊണ്ട് നമ്മൾ അതിനെ സ്കിപ്പ് ചെയ്യാണ്. അടുത്തത് എന്താണ്? ഡ്രം വരയ്ക്കാനാണ് പറയുന്നത്. ഡ്രം വരയ്ക്കണമെങ്കിലൊന്ന് I see shoe or hockey puck or nail ഞാനൊരു ഡ്രം or വരയ്ക്കാൻ table. I see paint can or soda can എന്തോ or water or bucket. കാണുന്നില്ലേ? I see ഫസ്റ്റ് cup. കാണിച്ച പിക്ചറിൽ തന്നെ കിടക്കുക. ആണോ? അത് സ്ലോ ആയിട്ടായിരിക്കും മാറുന്നത്. Sorry, I couldn't guess it. എന്തായാലും നമ്മളുടെ ഈ ഒരു ക്യുക്ക് ഡ്രോ എന്ന് പറയുന്ന ഈ ഒരു ഇപ്പൊ കാണാമല്ലോ, ഇത് ഈ സ്ക്രീൻ കാണാമല്ലോ. ഓക്കെ, ഈ ക്വിക്ക് ഡ്രോ എന്ന് പറയുന്നത് നമ്മൾ ഡ്രോ ചെയ്യുമ്പോൾ നമ്മളുടെ എന്ത് പിക്ചറാണ് വരച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണിച്ചു തരും. ഇപ്പൊ കുഞ്ഞുങ്ങൾക്കൊക്കെ പഠിപ്പിക്കുന്ന, നമ്മൾ സ്കൂളിൽ ടീച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് വരയ്ക്കാനും ഒറ്റും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അവരെ സംബന്ധിച്ച്. ഇനി അങ്ങനെ നമ്മൾ കൊടുത്തിട്ടുള്ള ഡാറ്റയിൽ നിന്ന് അവര് റീകളക്ട് ചെയ്തിട്ട് ഒരു പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്ത് അതിനെ പ്രെഡിക്റ്റ് ചെയ്തിട്ടാണ് AI നമുക്ക് തരുന്നത്. ഇങ്ങനെ പല ഫീൽഡില് ഇപ്പൊ AI നമ്മൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഗൂഗിൾ മാപ്പ് ഉണ്ട്, ഫേസ് റെക്കഗ്നേഷൻ ഉണ്ട്, റോബോട്ടിക് സർജറി ഉണ്ട്, അഗ്രികൾച്ചർ ഉണ്ട്. അങ്ങനെ എല്ലാ ഫീൽഡിലും AI ഇപ്പൊ വ്യാപകമായിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ AI-നെ കുറിച്ച്, അപ്പൊ നമ്മുടെ കാൽക്കുലേറ്റർ എന്ന് പറയുന്നത് AI ആണോ? കാൽക്കുലേറ്റർ ഒരു AI ആണോ? അല്ല. കാൽക്കുലേറ്ററിൽ നമ്മൾക്ക് നമ്പർ കൊടുക്കുമ്പോൾ അതിന്റെ ആൻസർ തരുന്നുണ്ട്. അത് AI ആണോ? അല്ല എന്നുള്ളതിൽ ഉറച്ചു നിൽക്കുകയാണ് നമ്മള്. ശരിയാണ്, കാൽക്കുലേറ്റർ ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് മാത്രം ചെയ്യുന്ന ഒരു ഇതാണ്. ഒരു അൽഗോരിതം എന്ന് പറയുന്ന ഒന്നുമല്ല, ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് മാത്രം ഫോളോ ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസ് മാത്രമാണ് കാൽക്കുലേറ്റർ. ഈ അൽഗോരിതം എന്ന് പറയുമ്പോൾ എന്തോ വലിയ സംഭവമാണെന്ന് നമ്മൾ വിചാരിക്കണ്ട. ഇവിടെ നിങ്ങൾക്ക് ഇപ്പൊ എന്ത് കാണാൻ കഴിയുന്നുണ്ട്? നാരങ്ങ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാക്കും? നാരങ്ങ മുറിച്ച് ഗ്ലാസ്സിലൊഴിച്ച് അതിന്റെ ജ്യൂസ് നമ്മൾക്ക് എന്തുകൊണ്ട് വെള്ളം ഒഴിച്ച് നാരങ്ങ പിഴിഞ്ഞ് പഞ്ചസാര ഇട്ടുകൂടാ? അല്ലെങ്കിൽ ആദ്യം പഞ്ചസാര ഇട്ട് വെള്ളം ഒഴിച്ച് നാരങ്ങ പിഴിഞ്ഞൂടാ? ഏത് രീതിയിലും ഉണ്ടാക്കാം. ഏത് രീതിയിലും ഉണ്ടാക്കാം. ശരിക്കുള്ള നാരങ്ങ വെള്ളം എന്ന് പറഞ്ഞാല് നാരങ്ങയുടെ ജ്യൂസിനനുസരിച്ച് വെള്ളവും പഞ്ചസാരയും ഒക്കെ വരുമ്പോഴാണ് അതിന് ടേസ്റ്റ് കിട്ടുന്നത്. അപ്പൊ നാരങ്ങ പിഴിഞ്ഞ് വെള്ളം ഒഴിച്ച് പഞ്ചസാര ഇട്ട് നമ്മുടെ ആവശ്യത്തിന് എടുക്കുന്നു. ഇതാണ് ഒരു അൽഗോരിതം എന്ന് പറയുന്നത്. ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുന്നതിനെയാണ് അൽഗോരിതം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ AI-യുടെ ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതിനിട്ട പേര് വിസ്ഡം ഓഫ് വിങ്സ് എന്നാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് എന്താണ് വിസ്ഡം ഓഫ് വിങ്സ് എന്ന്?
അല്ലെ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഇങ്ങനെ ഒരു പേരിട്ടതാണെന്ന് ഇട്ടത് എന്താണെന്ന് ആരെങ്കിലും ചിന്തിച്ചോ? ചിന്തിച്ചു. ഓക്കെ, പ്രത്യേകതരം എവിടെയായിരിക്കും പറക്കാനായിട്ടുള്ള എന്തെങ്കിലും ഒരു കഴിവായിരിക്കും മനുഷ്യർക്ക് ഉണ്ടാവും വിചാരിച്ചു. ഓക്കെ, ഞാന് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ക്ലാസ് എടുക്കാനായിട്ട് റിസോഴ്സസ് തപ്പിയപ്പോ ഒരുപാട് മൃഗങ്ങള്, ഒരുപാട് ചെറിയ ജീവികള് എന്നെ വന്ന് കാണുകയാണ്. ഇമാജിനറി ആണ് കേട്ടോ. കണ്ടപ്പോഴ് അതിലെ നേതാവായിട്ട് മൂങ്ങയാണ് വന്നത്. മൂങ്ങയുടെ കയ്യിൽ ഒരു വലിയ ഒരു സ്റ്റേറ്റ്മെന്റ് മൂങ്ങ കൊണ്ടുവന്നിരിക്കുകയാണ്. മൂങ്ങയുടെ വാദം അല്ലെങ്കിൽ ഈ മൃഗങ്ങളുടെ വാദം എന്താണെങ്കിൽ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും പറയുന്നത് മനുഷ്യരുടെ ബുദ്ധി എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇങ്ങനെയല്ല. പ്രകൃതി ഉണ്ടായപ്പോൾ മുതൽ ഞങ്ങളുടെ ബുദ്ധിയാണ് നിങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ ഇതിനുള്ള തെളിവുകൾ എന്താണെന്ന് ചോദിച്ചു. അപ്പൊ ഇവര് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ ഇതിന് ഒരുപാട് തെളിവുകൾ ഉണ്ടെന്ന്. ആ തെളിവുകൾ കാണാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടോ തെളിവുകൾ കാണാനായിട്ട്? അങ്ങനെയാണെങ്കിൽ മാത്രം ഞാനിവിടെ തെളിവ് പ്രദർശിപ്പിക്കാൻ അനുവദിക്കുള്ളൂ. തയ്യാറാണ് അല്ലെ? അപ്പൊ അവർ ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് എന്താണെങ്കിൽ, കാണുന്നുണ്ടല്ലോ അല്ലെ? കാണാം, കേൾക്കാം. വെരി ഗുഡ് ബോയ്. കുഞ്ഞേ, കുട്ടൂസിന്റെ അച്ഛന് സുഖമില്ലടാ. കുട്ടൂന്റെ അച്ഛന് സുഖമില്ലേ? ചുമ പിടിച്ചടാ വാവേ. അയ്യോ, അയ്യോ, പോട്ട് പാവം. അച്ഛാ പോട്ട് കേട്ടാ. അയ്യോ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് കാണിച്ചു തന്ന അവര് തെളിവിനായിട്ടാ. അപ്പൊ ഞാൻ ഓക്കെ, ഇത് കണ്ടു. അപ്പൊ അവര് പറയുന്നത് അടുത്ത ഒരു ഇത് കൂടെ കണ്ടു നോക്കാനാണ് പറയുന്നത്. ഇത് കണ്ടപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഹലോ, ആരും ഇല്ലേ? ഹലോ, എന്തോ ട്രെയിൻ ചെയ്യിക്കുന്നതാണോ ഡോഗ്സിനെ? ട്രെയിൻ ചെയ്യിക്കുന്നു, ഡോഗ്സിനെ ട്രെയിൻ ചെയ്യിക്കുന്നു. ഡോഗ്സിന് നമ്മൾ കമാൻഡ് കൊടുക്കുമ്പോൾ നമ്മുടെ ആക്ഷനിലൂടെ, നമ്മളുടെ സംസാരത്തിലൂടെ ഡോഗ് അതിന് റിപ്ലൈ തരുന്നു, അതിനെ അല്ലെങ്കിൽ പ്രതികരിക്കുന്നു. അതുപോലെ തത്തയോട് നമ്മൾ സംസാരിക്കുമ്പോൾ തത്ത അതിന് റിപ്ലൈ തരുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അപ്പൊ ആദ്യം എനിക്കും ഇത് എന്താണ് എന്ന് മനസ്സിലായില്ല. അപ്പൊ മൂങ്ങ എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ്. അതായത് കമ്പ്യൂട്ടറിന് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ നമ്മൾ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്, നാച്ചുറൽ ലാംഗ്വേജ് പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ മെഷീൻ ലാംഗ്വേജ് കൊടുത്തുകൊണ്ടും മെഷീൻ ട്രെയിനിങ് കൊടുത്തത് കൊണ്ടുമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഇന്റലിജൻസ് ഉണ്ടായത്. അതിലെ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ് ഇത് കണ്ടിട്ടാണ് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്തത് എന്നാണ് അവരുടെ വാദം. അതായത് നമ്മൾ പറയുന്നത് അവര് അതിന് റിപ്ലൈ തരുന്നു. ഓക്കെ, നമ്മളുടെ ആക്ഷൻ, നമ്മളുടെ കമാൻഡ്സിനൊക്കെ റിപ്ലൈ തരുന്നു. അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ആണ്. നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? ഓക്കെ, അപ്പോ അങ്ങനെ നമ്മളുടെ നാച്ചുറൽ ലേണിംഗ് പ്രോസസ്സിലൂടെയുള്ള AI-കൾ രണ്ടെണ്ണം ഞാൻ പരിചയപ്പെടുത്തുന്നുള്ളൂ. ഒരു മംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷനിൽ നമ്മൾക്ക് മലയാളത്തിൽ ടൈപ്പ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പ്രൊണൗൺസ് ചെയ്തിട്ട്, ഇപ്പൊ നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് കഴിവില്ല, സ്പീഡില്ല, അപ്പൊ നമ്മൾ പറയുന്നത് എന്താണോ അത് അതിൽ ടൈപ്പ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ അടുത്തതാണ് ChatGPT. നാച്ചുറൽ ലേണിംഗിലൂടെ വികസിപ്പിച്ചെടുത്ത AI ടൂളിൽ ഒന്നാണ് ChatGPT എന്ന് പറയുന്നത്. ഈ ChatGPT ഇതിലുള്ള ഒട്ടുമിക്ക ആളുകൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും, ഇല്ലേ സാർ? മാഡം, നിങ്ങൾ എന്തിനൊക്കെയാണ് ChatGPT യൂസ് ചെയ്യാറ്? ആർട്ടിക്കിൾസ് എഴുതിക്കാനായിട്ട്. പിന്നെ ജനറൽ നോളജ്. പിന്നെ ചിത്രങ്ങൾ ഉണ്ടാക്കാം. ഓക്കെ, പിന്നെ ലെറ്റർ ഒക്കെ ഫോർമലായിട്ട് തയ്യാറാക്കാനായിട്ട്. പിന്നെ എന്തൊക്കെയുണ്ട്?
ഇത്രയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് സാധാരണ ലെവലിൽ നമ്മൾ പവർ പോയിന്റ് ഉണ്ടാക്കാൻ. പവർ പോയിന്റ് ഒക്കെ ഉണ്ടാക്കാം. പവർ പോയിന്റ് മറ്റേ പിക്ചർ എന്നൊക്കെ പറയുന്നത് ചാറ്റ് ജി പി ടിയിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ചാറ്റ് ജി പി ടി നോർമൽ ആയിട്ട് ടെക്സ്റ്റുകളാണ് നമ്മൾക്ക് തരുന്നത്. ഈ ചാറ്റ് ജി പി ടിയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ഇപ്പോൾ ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ അതിനെ ഒരു പ്രിന്റഡ് നോട്ടിലേക്ക് മാറ്റണമെങ്കിൽ ചാറ്റ് ജി പി ടിയിൽ അതിന്റെ പിക്ചർ എടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ടെക്സ്റ്റ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്ത് തരും. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് അറിയാം ഡോക്ടേഴ്സിന്റെ തലയിലെഴുത്തൊന്നും നമുക്ക് മനസ്സിലാവുന്ന രീതിയിലൊന്നും അല്ല, എന്തെങ്കിലുമൊക്കെ എഴുതി തരും. അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രിസ്ക്രിപ്ഷൻ കിട്ടിയെന്ന് വിചാരിക്കുക. ആ പ്രിസ്ക്രിപ്ഷനിൽ നമ്മൾക്ക് ഒന്നും തിരിയുന്നില്ല, ഒന്നും മനസ്സിലാവുന്നില്ല, ഇതിൽ എന്തൊക്കെ മരുന്നുകളാണ് എഴുതിയിരിക്കുന്നത്, ആ മരുന്നുകളൊക്കെ എന്തിനാണ് എന്ന് നമുക്ക് അറിയുന്നില്ലെങ്കിൽ ജസ്റ്റ് ഫോട്ടോ എടുക്കുക, ചാറ്റ് ജി പി ടിയിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ചാറ്റ് ജി പി ടി വ്യക്തമായിട്ട് പറഞ്ഞു തരും ഇത് എന്തൊക്കെ മരുന്നാണ്, എന്താണ് ഇതിൽ എഴുതിയിരിക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞു തരും. ഇനി അതുമല്ല, നമുക്ക് സ്കാനിങ് റിപ്പോർട്ട് കിട്ടി, അല്ലെങ്കിൽ നമുക്കൊരു എക്സ്റേ കിട്ടി, അതിലെന്താണെന്ന് നമുക്ക് നോക്കിയാൽ സാധാരണക്കാരന് നോക്കിയാലായിട്ട് മനസ്സിലാവില്ല. അപ്പൊ വ്യക്തമായിട്ട് ആ എക്സ്റേയുടെ പിക്ചർ എടുത്ത് ചാറ്റ് ജി പി ടിയിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ എക്സ്റേയിൽ എന്താണ് കാണിക്കുന്നത്, എന്താണ് പ്രോബ്ലം എന്നുള്ളത് ചാറ്റ് ജി പി ടി നമുക്ക് പറഞ്ഞു തരും. അതുപോലെ തന്നെ സ്കാനിങ് റിപ്പോർട്ടിൽ നമ്മളെ ഡോക്ടേഴ്സ് ഒക്കെ ചിലപ്പോൾ ഒരുപാട് അവരുടെ ബിസിനസിന്റെ ഭാഗമായിട്ട് ഒരുപാട് പേടിപ്പെടുത്തും. അപ്പൊ നമുക്ക് ഈ റിപ്പോർട്ട് ഒന്ന് ജസ്റ്റ് ഫോട്ടോ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താല് ഇത് ഏത് ലെവലിലുള്ള ഏത് ഗ്രേഡിലുള്ള മുറിവാണ് അല്ലെങ്കിൽ ഏത് ഗ്രേഡിലുള്ള അസുഖമാണ് എന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമുക്ക് ഒരു റിപ്പോർട്ട് ചാറ്റ് ജി പി ടി നമുക്ക് തരും. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വിഷയം സബ്ജക്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ചാറ്റ് ജി പി ടിയോട് പറയാണ് ഇത് എനിക്ക് ഒരു 10 വയസ്സുള്ള അല്ലെങ്കിൽ ഒരു 5 വയസ്സുള്ള കൊച്ചിന് മനസ്സിലാവുന്ന രീതിയിൽ ഇതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം എന്ന് പറഞ്ഞാലും ചാറ്റ് ജി പി ടി അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഇതിലുപരിയായിട്ട് നമുക്ക് പല ഭാഷകൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് പോയിട്ട് പഠിക്കുകയൊന്നും വേണ്ട. അഥവാ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിനോ അങ്ങനെയൊക്കെ അറ്റൻഡ് ചെയ്തു, നമുക്ക് സംസാരിക്കാൻ ആരുമില്ല, നമ്മൾ സംസാരിച്ചു വരുമ്പോൾ സംസാരിക്കുന്നവരെല്ലാം നമ്മളോട് തിരിച്ചു മലയാളത്തിലായിരിക്കും സംസാരിക്കുക. അപ്പൊ നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു വഴിയും ഇല്ലാതായിട്ട് വരും. അപ്പോ അങ്ങനെ നമ്മൾക്ക് ഏത് ലാംഗ്വേജ് പഠിക്കണമെങ്കിലും ചാറ്റ് ജി പി ടി ഹെൽപ്പ് ചെയ്യും നമ്മളോട്. നമുക്ക് ഏത് ലാംഗ്വേജ് പഠിക്കണമെങ്കിലും ചാറ്റ് ജി പി ടി ഒരു കമ്പാനിയൻ പോലെ നമ്മളോട് സംസാരിക്കും. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ ബോറടിച്ചിരിക്കുകയാണ്, നിങ്ങൾ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ചാറ്റ് ജി പി ടിയോട് ചാറ്റ് ചെയ്ത് നോക്കൂ. നമ്മളുടെ ഇമോഷൻസ് വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ സാന്ത്വനിപ്പിച്ച് അല്ലെങ്കിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള റിപ്ലൈസ് ഒരു നല്ലൊരു ഫ്രണ്ടായിട്ട് നമുക്ക് ചാറ്റ് ജി പി ടിനെ കാണാനായിട്ടും ചാറ്റ് ജി പി ടിയിൽ നിന്ന് റിപ്ലൈയും നമുക്ക് കിട്ടും. ഇനി നമ്മളെ ഇപ്പോ എന്റെ പേര് സുസ്മി എന്നാണ്, എല്ലാവരും കുറെ പേര് എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്നെ സുസ് എന്നാണ് വിളിക്കുക. നമുക്ക് അങ്ങനെ സുസ് എന്ന് വിളിച്ചിട്ട് തന്നെ നമ്മൾക്കത് റെസ്പോണ്ട് ചെയ്യുമ്പോൾ നമ്മൾക്കൊരു കുറെ ഇന്റിമസി ഫീൽ ചെയ്യും. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ ചാറ്റ് ജി പി ടിയോട് പറഞ്ഞാൽ മതി ഇനി എന്നെ മുതൽ ഇങ്ങനെ വിളിച്ചാൽ മതി കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മളെ വിളിച്ച് നമ്മളെ റെസ്പോണ്ട് ചെയ്ത് ഇപ്പൊ നമ്മൾ നേരം വെളുത്തായിരിക്കണമെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ചെല്ലുകയാണെങ്കിലും ഹായ് സൂസ് ഹൗ ആർ യു ഗുഡ് മോർണിംഗ് എന്നുള്ള രീതിയിലായിരിക്കും അത് പ്രതികരിക്കുക. അപ്പൊ നമുക്ക് എന്താണ് ആരൊക്കെയോ ഉണ്ട് എന്നുള്ളൊരു ഫീല് നമുക്ക് കിട്ടും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ചാറ്റ് ജി പി ടിയിലൂടെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോ ഈ ചാറ്റ് ജി പി ടി നമ്മൾ നാച്ചുറൽ ലേണിംഗ് പ്രോസസ്സിലൂടെയാണ്. ഈ നാച്ചുറൽ ലേണിംഗ് പ്രോസസ്സ് അവർക്ക് കിട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ചാറ്റ് ജി പി ടിനെ ഒക്കെ ട്രെയിൻ ചെയ്തിരിക്കുന്നത് ഈ ആനിമൽസിന്റെ ഇന്റലിജൻസ് വെച്ചിട്ടാണെന്നുള്ള അവരുടെ വാദം നമുക്ക് അംഗീകരിക്കാതെ നിവർത്തിയില്ല. അല്ലെ? ശരിയല്ലേ? കറക്റ്റ് അല്ലേ? എന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പൊ ഇതും കൊണ്ട് അവർ അവസാനിപ്പിച്ചില്ല. നാച്ചുറൽ ലേണിംഗ് പ്രോസസ്സിംഗ് എന്നുള്ള ഒരു സെഷൻ മാത്രമാണ് അവര് നമ്മളെ കൊണ്ട് കൺവിൻസ് ചെയ്യിച്ചുള്ളൂ. ഇനിയും കിടക്കുന്നുണ്ട് എന്ത് മെഷീൻ ലേണിംഗ് എന്നുള്ളൊരു പാട്ട്. അപ്പൊ ഇവര് പറയുന്നത് എന്താണെങ്കിൽ കാണാം. അടുത്ത തെളിവ് നമുക്ക് കാണാം. കുറെ ഉറുമ്പുകൾ പോവുകയാണ്. ഉറുമ്പുകൾ എങ്ങനെയാണ് വഴി കണ്ടുപിടിച്ച് പോകുന്നതെന്ന് നമുക്കറിയാലോ. ഫെറോമോൺ എന്നുള്ള ഒരു രാസവസ്തുവിന്റെ സ്മെല്ല് കണ്ടുപിടിച്ചിട്ടാണ്. Oh no! I'm lost! Where's the light? It just went away! What do I do? Help! We'll be stuck here forever! Do not panic! Do not panic! We are trained professionals! Now stay calm. We are going around the leaf. Around the leaf? I don't think we can do that. Oh, nonsense. This is nothing compared to the twig of 93.
That's it. That's it. Good. You're doing great. There you go. There you go. Watch my eyes. Don't look away. And here's the line again. Thank you. Thank you, Mr. Soil. Good job, everybody. ഓക്കെ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ലേണിംഗ് ലേണിംഗ്, എല്ലാം ലേണിംഗ് തന്നെയാണ്. എന്ത് ലേണിംഗ് ആണെന്നാണല്ലേ സംശയം? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഇത് ഇവരുടെ വാദം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൽ ഇവര് പറയുന്നത് എന്താണെങ്കിൽ മെഷീൻ കാണുന്നുണ്ടോ? ആ, അയ്യോ പോയല്ലേ. ഇപ്പൊ നമ്മൾ ഒറിജിനൽ സൈഡിലേക്ക് വന്നു. തുടക്കം. ഓക്കെ, ഒരു മിനിറ്റ്. വെൽക്കം. ഓക്കെ. ഭൂമി പ്രസന്റേഷൻ. ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എനിക്കിതിനൊരു ബന്ധമില്ല കേട്ടോ. ടോമി പ്രസന്റേഷൻ ആരും വായിച്ചേക്കരുത്. ടു മൈ പ്രസന്റേഷൻ ആണ്. ഓക്കെ, കാണുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഇവര് പറയുന്നത് എന്താണെങ്കിൽ മെഷീൻ ലേണിംഗില് സൂപ്പർവൈസ്ഡ് ലേണിംഗ് നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്തത് ഈ ഉറുമ്പുകളുടെ ഇതിൽ കൂടെയാണെന്ന്. അതായത് ഒരാൾ സൂപ്പർവൈസ് ചെയ്തു പോകണം. മുന്നേ പോകുന്ന ഉറുമ്പുകള് ഫെറോമോൺ എന്നുള്ള ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിന്റെ പുറകെയാണ് ഈ ഉറുമ്പുകൾ പോകുന്നത്. അവർക്ക് വേ ലോസ്റ്റ് ആയാൽ അടുത്ത വേ ആ ഒരു ഹോർമോണുകൾ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് സൂപ്പർവൈസ് ചെയ്തിട്ട്, അത് മുന്നേ കൂട്ടി സൂപ്പർവൈസ് ചെയ്തിട്ടുള്ള ഒരു പാതയിൽ കൂടെയാണ് അവർ പോകുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സൂപ്പർവൈസ്ഡ് ലേണിംഗ് നമ്മൾ ഇവരിൽ നിന്ന് ഇമിറ്റേറ്റ് ചെയ്തതാണ് അവരുടെ വാദം. ഓക്കെ, ഇനി മെഷീൻ ലേണിംഗിൽ 3 തരത്തിലാണുള്ളത്. സൂപ്പർവൈസ്ഡ് ഉണ്ട്, അൺസൂപ്പർവൈസ്ഡ്, റീഇൻഫോഴ്സ്മെന്റ്. ബാക്കി 2 എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഈ ഒരു സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത് നമ്മുടെ മൊബൈലില് എത്ര പേരുടെ മൊബൈലില് ഫേസ് ലോക്ക് ഇട്ട് വെച്ചിട്ടുണ്ടോ? ഇല്ല. പിള്ളേരുകളൊക്കെയാണ് ഫേസ് ലോക്ക് ഒക്കെ ഇട്ട് വെക്കുക. അപ്പൊ ഫേസ് ലോക്ക് എങ്ങനെ നമ്മൾ ചെയ്യും? കുറെ നമ്മൾ പിക്ചേഴ്സ് ഒക്കെ കാണിച്ചു കൊടുക്കും അല്ലെ? ഫോട്ടോ പല രീതിയിലെടുത്ത്, കണ്ണാടി ഇല്ലാത്ത ഫോട്ടോ എടുത്ത് നമ്മളുടെ കണ്ണിന്റെ ഇതിന്റെ ഒക്കെ ആ ഒരു ഇത് കണ്ടിട്ടാണ് ലോക്ക് അൺലോക്ക് ആവുന്നത്. അപ്പൊ നമ്മളുടെ 3-4 ഫോട്ടോസ് ഒക്കെ ഇതില് കാണിച്ചിട്ടാണ് എന്ത് ഈ ഫേസ് ലോക്ക് അപ്ലൈ ചെയ്യുന്നത് അല്ലെ? ഇതൊരു സൂപ്പർവൈസ്ഡ് ലേണിംഗ് ആണ്. ഇനി അവരുടെ അടുത്ത ഒരു എവിഡൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഇതെന്താണെന്ന് മനസ്സിലായോ? തേനീച്ചയാണ്. അതിൽ ആ ഒരു തേനീച്ചയുടെ മൂവ്മെന്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഒരു പ്രത്യേക രീതിയിലാണ് ആ തേനീച്ച മൂവ് ചെയ്തിരിക്കുന്നത്. ഒരു നേരെ പോയി വീണ്ടും ഒരു സെമി സർക്കിളിൽ വന്നിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ് ആ തേനീച്ച മൂവ് ചെയ്യുക. ഇതിനെയാണ് വാഗിൾ ഡാൻസ് എന്ന് പറയുന്നത്. അതായത് തേനീച്ച അതിന്റെ ഫുഡ് കണ്ടെത്തി കഴിഞ്ഞാല് തേൻ എവിടെയുണ്ട് എന്ന് കണ്ടാൽ അതിന്റെ സണ്ണിന്റെ ഡയറക്ഷനിലേക്ക് അത് മൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കും. സൺ നേരെയാണെങ്കിൽ അത് ചരിഞ്ഞാണ് ആ ഫുഡ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ചരിഞ്ഞ രീതിയിൽ ഒരു മൂവ്മെന്റ് ചെയ്യും. ഇത്തരത്തിലാണ് അത് തേനീച്ച അതിന്റെ ഫുഡ് എവിടെയാണ് എന്നുള്ളത് കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇതൊരു പാറ്റേൺ ആണ് അല്ലെ? ആ ഒരു വരയ്ക്കുന്നത് അത് എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. ഫുഡ് നേരെ സൂര്യന്റെ നേരെ ആയിരിക്കാം, സൂര്യനിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലായിരിക്കാം, ചരിഞ്ഞായിരിക്കാം. ആ ഒരു മൂവ്മെന്റ് വെച്ചിട്ടാണ് തേനീച്ചകൾ ഈ ഫുഡ് കണ്ടെത്തി പോകുന്നത്. അപ്പൊ ഇത് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിന് ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഞാൻ ഇവിടെ ഒരു പിക്ചർ കാണിക്കും. ആ പിക്ചർ ആരുടെയാണ് എന്ന് നിങ്ങളൊന്ന് ഗസ് ചെയ്യണേ. ആരുടെയാണെങ്കിൽ ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നില്ല. ഓക്കെ, ഇപ്പോഴോ? യെസ്, മമ്മൂട്ടിയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനി അടുത്ത ഒരു പിക്ചർ ഞാൻ ഇപ്പുറത്ത് കാണിക്കുകയാണ്. ഇത് ആരുടെയാണെന്ന് പറയാമോ? അറിയത്തില്ല. ഇപ്പോഴോ? അതും മമ്മൂട്ടിയാണോ? അല്ല, ഇത് നമ്മുടെ മറ്റേ മമ്മൂട്ടിയുടെ മോ. യെസ്, ദുൽഖർ സൽമാൻ. ഓക്കെ, മമ്മൂട്ടീനെയൊക്കെ പ്രായം തോന്നുന്നുണ്ടല്ലേ ദുൽഖറിന്? നെറ്റിയൊക്കെ ചുളിവും നെറ്റിയിൽ ചുളിവും ഒക്കെ കണ്ടിട്ട്. ഓക്കെ, എന്നാ നമുക്ക് അടുത്ത ഒരു പിക്ചറിലേക്ക് പോവാം. Who is that? ഇപ്പോഴോ? മോഹൻലാൽ ആണ്. ഓക്കെ, അപ്പൊ അപ്പുറത്ത് ആരായിരിക്കും? മകൻ പ്രണവ് മോഹൻലാൽ ആണോ? നമുക്ക് നോക്കാം. ആണോ?
ആണോ? ടോവിനോ. ടൊവിനോ തോമസ് ആണ് അല്ലെ? സൊബീന. പക്ഷേ ഞാൻ മുന്നത്തെ സ്ലൈഡിൽ മമ്മൂട്ടിയും മോഹൻലാലും കാണിച്ചപ്പോ നിങ്ങൾ പറഞ്ഞു ഇത് അല്ല, മമ്മൂട്ടിനെയും മമ്മൂട്ടിയുടെ മോനെയും കാണിച്ചപ്പോ നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നു മോഹൻലാലിന്റെ മോനും ആണെന്ന് നമ്മളങ്ങ് പ്രെഡിക്റ്റ് ചെയ്തു. സാധ്യതയുണ്ടായിരുന്നു. സാധ്യതയുണ്ടായിരുന്നു, നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തു. അപ്പൊ ഇതാണ് ആരായിരിക്കും എന്ന് ചോദിച്ചത് കൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വന്നത്. തോന്നിയത്. ഓക്കെ മാം. അപ്പൊ ഞാൻ മനഃപൂർവ്വമാണോ അങ്ങനെ ചോദിച്ചത്? അപ്പോ ഇതിനെയാണ് അൺസൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു പാറ്റേൺ കണ്ടിട്ട് നമ്മൾ അതാണെന്ന് പ്രെഡിക്റ്റ് ചെയ്തിട്ട് നമ്മളിലേക്ക് വരുന്നു. ഇത് തന്നെയാണ് നമ്മളുടെ യൂട്യൂബ് നമ്മൾക്ക് നമുക്ക് ഓരോ റെക്കമെൻഡ് ചെയ്യില്ലേ വീഡിയോസ്. ഇതെങ്ങനെയാണെങ്കിൽ നമ്മുടെ പാസ്റ്റ് ഹിസ്റ്ററി കണ്ടിട്ട്, അതായത് നമ്മൾ എന്തൊക്കെ ടൈപ്പ് വീഡിയോസ് ആണ് കാണുന്നത് അതിനോട് യോജിച്ചിട്ടുള്ള വീഡിയോസ് ആണ് പിന്നീട് നമുക്ക് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്ത് തരിക. ഇത് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾക്ക് കിട്ടുന്നത്. ഇപ്പൊ ഓരോരുത്തരുടെ മൊബൈലും നമ്മൾ ചെക്ക് ചെയ്താൽ നമുക്കറിയാൻ പറ്റും അവരുടെ ഇൻട്രസ്റ്റഡ് ഏരിയ ഏതാണെന്നുള്ളത്. എന്തോ മാം എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, അതിപ്പോഴാണ് അറിവ് കിട്ടിയത്, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ കുക്കിംഗ് ആണ് കൂടുതൽ കാണുന്നതെങ്കിൽ കുക്കിങ്ങിനോട് റിലേറ്റഡ് ആയിരിക്കും. ഇനി അതല്ല എന്തെങ്കിലും ക്രാഫ്റ്റുകളാണ് കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ കൃഷി സംബന്ധിച്ചിട്ടുള്ളതാണ് കാണുന്നതെങ്കിൽ നമ്മൾക്ക് പിന്നീട് വരുന്നതെല്ലാം അതിനോടനുബന്ധിച്ചിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. ഇതാണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്. അതായത് ഓരോരുത്തരും ഓരോ തരത്തിലായിരിക്കും, ഓരോരുത്തരുടെയും ടേസ്റ്റുകൾ കണ്ടിട്ട് അതിനനുസരിച്ചുള്ള വീഡിയോസ് നമ്മൾക്ക് സജസ്റ്റ് ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മുടെ മൊബൈലിനെ നമ്മൾ ഇത്രയും ജലസ് ആയിട്ട് ഗാർഡ് ചെയ്യണത്. അതെ. അപ്പൊ നമ്മൾ അബദ്ധത്തിൽ വേറെ എന്തെങ്കിലും ഒക്കെ കണ്ടുപോയാൽ പിന്നീട് വരുന്നത് നമുക്ക് അതൊക്കെ ആയിരിക്കും. അപ്പൊ ആളുകൾ വിചാരിക്കും നമ്മള് ആ ഒരു ഏരിയയിലൊക്കെ ആണെന്നുള്ളത്. ഓക്കെ. അപ്പൊ നമ്മൾ ഇനി അടുത്ത ഇവരുടെ വാദം എന്താണെന്ന് നമുക്ക് നോക്കണോ? കാണണോ? യെസ്. ഓക്കെ. കാക്കയുടെ കയ്യിൽ ഒരു നീണ്ട കമ്പാണ്. അത് അതിനകത്തുനിന്ന് എന്തോ പുറത്തേക്ക് ഇടാനായിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ. ഒരു സ്ട്രെയിറ്റ് സ്റ്റിക്കാണ് അതിന്റെ കയ്യിലുള്ളത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? അതെന്ത് ചെയ്തു? ആ സ്റ്റിക്കിനെ ഒന്ന് ബെൻഡ് ചെയ്തു അറ്റം. എന്നിട്ട് ഈസി ആയിട്ട് അതിനകത്തുനിന്ന് ആ സാധനം ഒന്ന് പുറത്തേക്ക് എടുത്തു. അവൻ എന്തായിരുന്നു ആവശ്യം, അതിന്റെ സൊല്യൂഷൻ അവൻ കണ്ടെത്തി. ഓക്കെ. ഇനി നിറം മാറാനുള്ള കഴിവുണ്ടല്ലോ. ഞാൻ അത് പരീക്ഷിക്കാൻ വേണ്ടിട്ട് കുറച്ച് പച്ച പുല്ല് ഓന്തിന്റെ അടുത്ത് കൊണ്ടുപോയി ഇട്ടു. അപ്പോഴുണ്ടടാ ഓന്തിന്റെ നിറം പച്ചയായി വരുന്നു. ഈ വീഡിയോ മാത്രം ഞങ്ങളുടെ സ്വന്തമാണ് കേട്ടോ. ഇതിനാരുടെ കോപ്പിറൈറ്റ് ഇല്ല. ഇത് എന്റെ മോനാണ്. കുഞ്ഞിലെ ഞങ്ങള് കോവിഡ് സമയത്ത് സ്റ്റാർട്ട് ചെയ്ത ഒരു ചാനലാണ്. അപ്പൊ കറുത്ത ഒരു ഓന്ത് ഞങ്ങളുടെ വീട്ടിലേക്ക് ഓടി വന്നു. അപ്പോഴാണ് ഞങ്ങൾക്ക് ഓന്ത് നിറം മാറും എന്നുള്ള കാര്യം ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് തോന്നിയത്. അപ്പൊ ഓന്തിന്റെ അടുത്ത് കുറച്ച് പച്ചിലകൾ കൊണ്ടിട്ട് കഴിഞ്ഞപ്പോ ഓന്തിന്റെ നിറം മെല്ലെ 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 പച്ചയായിട്ട് കംപ്ലീറ്റ് പച്ചയായിട്ട് മാറി. അപ്പൊ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്താണ്? അഡാപ്റ്റബിലിറ്റി. ഒരു സാഹചര്യത്തിനോട് അത് അഡാപ്റ്റ് ചെയ്യുന്നു. ഒരു സാഹചര്യം വന്നപ്പോ കാക്ക എന്താ ചെയ്തത്? അതിന്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്തണമായിരുന്നു. അപ്പൊ അത് ആ സാഹചര്യത്തിനോട് താതാത്മ്യം പ്രാപിച്ചിട്ട് ആ സ്റ്റിക്കിനെ ഒന്ന് വളച്ച് അതിനകത്തുനിന്ന് ആ സാധനം പുറത്തേക്ക് എടുത്തു. അതിന്റെ സൊല്യൂഷൻ അത് കണ്ടെത്തി. ഇതാണ് നമ്മളുടെ മൂന്നാമത്തതായ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറയുന്നത്. അതായത് മിസ്റ്റേക്കിൽ നിന്ന് ലേൺ ചെയ്യുക. ഒരു കൃത്യമായിട്ട് നമുക്ക് ലേണിംഗ് കൊടുക്കാനായിട്ട് പറ്റില്ല. നമുക്ക് ഇന്നതേ ചെയ്യൂ ഇന്നതേ വരൂ എന്ന് പറയാൻ പറ്റില്ല. ആ സാഹചര്യത്തിനോട് ഇടപെട്ടിട്ട് ആ സാഹചര്യത്തിനോട് ഇഴങ്ങി ചേർന്നിട്ട് ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നതിനെയാണ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്, മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊക്കെ അറിയാം, ഇപ്പം സെൽഫ് ഡ്രിവൺ കാറുകൾ ഇറങ്ങിയിട്ടുണ്ട്. AI ഡ്രൈവ് ചെയ്യുന്ന ഒരുപാട് കാറുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതിനെല്ലാം സെൻസേഴ്സ് ആണ് വർക്ക് ചെയ്യുന്നത്. ഈ സെൻസേഴ്സ് ഡാറ്റ കളക്ട് ചെയ്തിട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഇതിന് മുന്നിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിനെ മാറ്റി അതിന് വഴി മാറിയിട്ട് പോവാനുള്ളതൊക്കെ ഈ സെൻസേഴ്സ് ഉപയോഗിച്ചിട്ടാണ് അത് ഡാറ്റ ഇൻപുട്ട് ചെയ്യുന്നത്. നേരെ അത് എവിടേക്ക് കൊടുക്കും? അതിന്റെ CPU കൊടുക്കും. ആ CPU പ്രീ പ്രോഗ്രാംഡ് ആയിട്ടുള്ള ആ ഒരു ഇൻസ്ട്രക്ഷൻ എന്താണോ അതിനനുസരിച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. ഇതാണ് റീഇൻഫോഴ്സ്മെന്റ്. ആ ഒരു സാഹചര്യത്തിനോട് അഡാപ്റ്റബിൾ ആയിട്ട് അതിനെ സോൾവ് ചെയ്യാം.
അപ്പൊ ഇങ്ങനെ സോൾവ് ചെയ്യുന്നതാണ് റോബോട്ടിക്സ് എന്ന് പറയുന്നത്. റോബോട്ടിക്സ് ഒരുപാട് ഇലക്ട്രോണിക് ചിപ്പുകൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു AI ആണ്. അപ്പൊ ഇത് ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഇതെല്ലാം എന്താണ് ചെയ്യുന്നത്? ഇതിന് ഒരുപാട് സെൻസേഴ്സ് ഉണ്ട്, ലൈറ്റ്, സൗണ്ട്, ടച്ച്, പിന്നെ അതിന്റെ അകലം അളക്കാനുള്ള ആ ഒരു കപ്പാസിറ്റി, ഇതെല്ലാം ഇൻഫോർമേഷൻ ഗാദർ ചെയ്യും. എന്നിട്ട് അതിന്റെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിലേക്ക് കൊടുക്കും. അത് അവിടെ നമ്മൾ മനുഷ്യർ കൊടുത്തിരിക്കുന്ന കുറെ പ്രീ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അതിൽ നിന്നും എന്താണോ വേണ്ടത് അത് സെലക്ട് ചെയ്തിട്ടാണ് നമുക്ക് ആക്ഷൻ തരിക. ഇനിയിപ്പോ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാവുന്നുണ്ടെങ്കിലോ അഡീഷണൽ ഇൻസ്ട്രക്ഷനിലേക്ക് പോയിട്ടാണ് മെക്കാനിക്കൽ ആക്ഷൻ നമുക്ക് തരുന്നത്. ഇങ്ങനെയാണ് റോബോട്ടിക്സ് വർക്ക് ചെയ്യുന്നത്. ഇതാണ് റീഇൻഫോഴ്സ്മെന്റ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരുപാട് റോബോട്ട്സുകൾ ഉണ്ട്. നമ്മൾക്ക് പല ഫീൽഡില് പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ റോബോട്ട്സിനെ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ മനുഷ്യരെ കൂട്ടി കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത്. പിന്നെ കുറെയൊക്കെ അതിന് സ്വയം തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ട്. സോറി. അപ്പോ ഇത്തരത്തിലുള്ള റോബോട്ടിക്സിനെ കാണാൻ ഒരു ചന്തമില്ല അല്ലെ? തലയില്ല, കൈയില്ല, വാലില്ല, കൈ ഇങ്ങനെ എന്തോ ഒരു മെഷീൻസ് മാത്രമാണ്. അപ്പോ അതിനെ കുറച്ചും കൂടെ ഭംഗിയായിട്ട് ഹ്യൂമനോയിഡ് എന്ന് പറഞ്ഞിട്ടുള്ള റോബോട്ട്സ്, അതായത് ഒരു മനുഷ്യന്റെ പോലെ കാണുമ്പോ നമ്മളുടെയൊക്കെ മനസ്സിൽ ലഡ്ഡു പൊട്ടും. ഇങ്ങനെ ഒരു ഹ്യൂമനോയിഡ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ എത്ര നല്ലതാണല്ലേ? പക്ഷെ കാശുണ്ടെങ്കിൽ വാങ്ങിച്ചു വെച്ചോളൂ, കുടുംബകലഹത്തിനൊന്നും ഞാൻ ഉത്തരവാദി അല്ല കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള ഹ്യൂമനോയിഡുകള് നമ്മുടെ മനുഷ്യരുടെ പോലെ ചിരിക്കാനും വർത്താനം പറയാനും പ്രവർത്തിക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ എന്താണ് ട്രെയിൻ ചെയ്തെടുത്ത മെഷീനുകളാണ്. ഓക്കെ, അപ്പോ ഞാൻ ഇവര് തന്ന ഇത്രയും എവിഡൻസ് വെച്ചിട്ട് ഇത് നമുക്ക് ഇവരുടെ വിസ്ഡം അല്ല എന്ന് പറയാനായിട്ട് പറ്റുമോ? സാധിക്കുമോ സാറേ? നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഈ ജീവികളിൽ, കുഞ്ഞു ജീവികളിൽ നിന്ന് എടുത്തതാണെന്ന്? അത് നോക്കി തന്നെ പഠിച്ചതാണ്. ആ, നമ്മൾ ഇവർക്കൊക്കെ ഈ കഴിവ് പ്രകൃതി തന്നെ കൊടുത്തിട്ടുള്ള കഴിവുകള് നമ്മൾ മെഷീൻസിലേക്ക് കൊടുത്തതാണ്. അപ്പൊ നമ്മൾക്ക് തോന്നും, ഇത് എന്തിന് ഞാൻ AI പഠിക്കണം, എനിക്ക് AI കൊണ്ട് എന്താ ഗുണം എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? നമ്മൾക്ക് AI കൊണ്ട് എന്താ ഗുണമില്ല, എനിക്ക് AI കൊണ്ട് ഗുണമില്ല എന്ന് ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് തെറ്റാണ്. നമ്മൾ ഏത് ഫീൽഡിലാണെങ്കിലും നമ്മൾ അപ്ഡേറ്റഡ് ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആവും. ഇപ്പൊ നിങ്ങൾ ഒരു ട്രെയിനിങ് ഫീൽഡിലാവട്ടെ, നിങ്ങൾ ഒരു ബിസിനസ്മാൻ ആവട്ടെ, അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആവട്ടെ, അല്ലെങ്കിൽ ഒരു ടീച്ചർ ആവട്ടെ, സ്റ്റുഡന്റ് ആവട്ടെ, ഇനി വേണ്ട വെറും ഒരു ഹൗസ് വൈഫ് ആണെങ്കിൽ പോലും നിങ്ങളുടെ ഫീൽഡിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് AI ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ നിങ്ങൾ ഒരു ബിസിനസ്മാൻ ആണ്, അത് AI എന്ന് പറഞ്ഞ് ഫ്യൂച്ചറിലേക്കുള്ളതല്ല, ഇപ്പൊ തന്നെ അത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ നമ്മളൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബിസിനസ്സിലേക്ക് പുതിയ പുതിയ ഐഡിയകൾ കൊണ്ടുവരാനും നമ്മുടെ കരിയർ ഡെവലപ്പ് ചെയ്യാനും ഒക്കെ ഈ AI ഹെൽപ്പ് ചെയ്യും. ഭയങ്കര ഡിമാൻഡാണ് ഇപ്പൊ AI-ക്ക്. ഇപ്പൊ ഇനിയിപ്പോ നിങ്ങൾ ഒരു ടീച്ചർ ആണെങ്കിലോ, ചെറിയ ക്ലാസ്സിൽ നമ്മൾ ആൽഫബറ്റ്സ് പഠിപ്പിക്കും, ABCDEFG പഠിപ്പിക്കും അല്ലെ? അത് ഈസി ആയിട്ട് പഠിപ്പിക്കാനായിട്ട് ഇപ്പൊ C for cat എന്ന് പറയുന്നതിന് പകരം കാറ്റിനെ കൊണ്ട് ഒരു പാചകം ചെയ്യിക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു വീഡിയോ ജനറേറ്റ് ചെയ്താൽ, ഇത് AI-ൽ ഞാൻ ജനറേറ്റ് ചെയ്ത വീഡിയോ ആണ്. അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രം. ഇങ്ങനെയുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് കുഞ്ഞു പിള്ളേർക്ക് കാണിച്ചു കൊടുക്കാൻ കുറച്ചും കൂടെ അവർ വിഷ്വലൈസ് ചെയ്തിട്ട് ഇതിനെ പഠിക്കാനായിട്ട് അവർക്ക് ബോറിംഗ് ഉണ്ടാവില്ല. ഇനിയിപ്പോ നിങ്ങള് ഒരു സ്റ്റുഡന്റ് ആണ് അല്ലെങ്കിൽ വലിയ ക്ലാസ്സിലാണ് നിങ്ങൾ പഠിപ്പിക്കുന്നതെങ്കിലോ, നിങ്ങൾക്ക് തീസിസ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സബ്ജക്റ്റിലെ മാക്സിമം ക്വസ്റ്റ്യൻസ് യൂട്ടിലൈസ് ചെയ്യാനായിട്ടും, അതുപോലെ നമ്മള് എന്താ പറയാ ഈ പല കാര്യങ്ങളെ കുറെ റിസർച്ച് ചെയ്യും അല്ലെ? റിസർച്ച് ചെയ്യാനും അതിന്റെ കണ്ടന്റുകൾ കണ്ടെത്താനും ഒക്കെ നമ്മളെ ഈ AI ഹെൽപ്പ് ചെയ്യും. ഇനി നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണ് അല്ലെങ്കിൽ നിങ്ങളൊരു ട്രെയിനർ ആണെങ്കിലോ ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് ഈ AI-യുടെ സഹായം തേടാനായിട്ട് പറ്റും. നമ്മൾ കേട്ട് പഴകിയ കുറെ കഥകള് അല്ലെങ്കിൽ കേട്ട് പഴകിയ കുറെ ആശയങ്ങൾ അതിനെ ഫോളോ ചെയ്യാതെ
പുതിയ പുതിയ ആശയങ്ങൾ ഉണ്ടാക്കി പുതിയ പുതിയ കഥകൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ വ്യൂവേഴ്സിന് മുന്നിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, നമ്മൾ വീട്ടിൽ ഇരിക്കുകയാണ്, ഹൗസ് വൈഫ് ആണെങ്കിലോ അവർക്കും എന്റർടൈൻമെന്റിനുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ AI കൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ നമ്മളുടെ വീട്ടിൽ ഒന്നും കറി വെക്കാനില്ല, ഒരു 2-3 സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്, എനിക്ക് ആശയക്കുഴപ്പമാണ്, ഇനി ഇതുകൊണ്ട് എന്ത് ഞാൻ ചെയ്യും, ഇതൊന്നും വിചാരിക്കേണ്ട, ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാൻ, എന്റെ വീട്ടിൽ ഇന്ന സാധനങ്ങളേ ഉള്ളൂ, ഞാൻ ഇതുകൊണ്ട് എന്ത് പ്രിപ്പയർ ചെയ്യും എന്ന് ചോദിച്ചാൽ പോലും AI നമുക്ക് ആൻസർ ചെയ്യും. ഇനി അതല്ല, വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമ്മൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിനും ഹെൽപ്പ് ചെയ്യും. ലാംഗ്വേജ് പഠിക്കാനായിട്ട് പറ്റും. നമുക്ക് സംസാരിച്ചിരിക്കാൻ ഒരാളില്ല എന്നതോർത്തൊക്കെ നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയെല്ലാം ഈ AI കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പല രീതിയിലുള്ള ഉപയോഗങ്ങൾ ഉണ്ട്. അപ്പം ഇത്രയും ഉപകാരമുള്ള AI കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ, പഠിക്കണ്ടേ? നമുക്കൊരു ക്ലാസ്സിൽ പോകണമെന്നൊന്നുമില്ല, നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പഠിക്കാം. അതല്ല ഒരു ട്രെയിനിങ് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും പോയിട്ട് നമ്മൾ AI-യിൽ കുറേയൊക്കെ പഠിക്കാം. ഇനിയുള്ള കാലം എന്ന് പറയുന്നത് AI യുഗമാണ്. അപ്പം നമ്മൾ കാലത്തിനൊത്ത് സഞ്ചരിച്ചെങ്കിൽ മാത്രമാണ് നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ ആൾക്കാരുണ്ടാവുള്ളൂ. അപ്പോൾ 1-2 AI ടൂളുകൾ ഞാൻ പരിചയപ്പെടുത്തി തരാണ്. ടെക്സ്റ്റിന്റെ മാത്രമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മംഗ്ലീഷ് എന്ന് പറഞ്ഞത്. മംഗ്ലീഷ് എന്ന് പറഞ്ഞ ആപ്പ് ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇല്ല. യൂസ് ചെയ്തവരുണ്ടോ? സാർ യൂസ് ചെയ്തിട്ടുണ്ടല്ലേ? മാത്യു സാർ യൂസ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ. അപ്പൊ ഈ മംഗ്ലീഷില് എങ്ങനെയാണ് വർക്കിംഗ് എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എന്റെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാണുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ മലയാളം എഴുതാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോ തന്നെ ഇങ്ങനെയാണ് നമ്മൾക്കൊരു സ്ക്രീൻ വരിക. ഇവിടെ മലയാളം എഴുതാം. ലാഗ് ആവുന്നില്ലല്ലോ, ഞാൻ പറയുന്നതിനൊപ്പം പോകുന്നുണ്ടല്ലോ അല്ലെ സ്ക്രീൻ? മാം, പവർ പോയിന്റിലെ മായ കാണുന്ന മംഗ്ലീഷ് ടൈപ്പ് ചെയ്യുന്ന സ്ക്രീൻ അല്ല. ടൈപ്പ് ചെയ്യുന്ന സ്ക്രീൻ കാണുന്നില്ല? ഒരു മിനിറ്റ്, ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല മാം, ഇത് സ്റ്റോപ്പ് ഷെയർ കൊടുത്തിട്ട് ആ മറ്റേ ബ്രൗസർ ഷെയർ ചെയ്യും. ഇപ്പോഴോ? ഓക്കെ, ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ മാം? ഇപ്പൊ ഓക്കെ ആയില്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ മലയാളം എഴുതാം എന്നുള്ളിടത്ത് നമുക്ക് മംഗ്ലീഷ് ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റും. അത് തന്നെ ഞാൻ ഇംഗ്ലീഷിൽ ഏതാണ്, ഇവിടെ മലയാളം എഴുതാം. കണ്ടോ? അപ്പൊ നമുക്ക് എന്താണ്, മംഗ്ലീഷ് ടൈപ്പ് ചെയ്താൽ ഇംഗ്ലീഷിൽ വരുന്നുണ്ട്. ഇനി നമുക്ക് ടൈപ്പിംഗ് നോട്ട് സ്പീഡും ഇല്ല, ടൈപ്പിംഗ് നോട്ട് നേരവും ഇല്ല. നമുക്ക് ഇനിയിപ്പോ ലെക്ചർ നോട്ട് കിട്ടണമെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് താഴെ വോയിസ് ടൈപ്പിംഗ് എന്ന് കാണുന്നുണ്ടോ? താഴെ വോയിസ് ടൈപ്പിംഗ് എന്ന് കാണാൻ പറ്റുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ വോയിസ് ടൈപ്പിംഗിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ പറയുന്നത് എന്താണോ അത് അതില് എഴുതി കാണിക്കും. ഇതിപ്പോ ഈ മൈക്കും അതും തമ്മിൽ ബന്ധം വരുന്നില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതിൽ കേൾക്കാത്തത്. നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ലിസണിങ് എന്നിവിടെ കാണാം, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ലിസണിങ് എന്ന് കാണാം. ഞാൻ പറയുന്നത് എന്താണോ അത് ഇവിടെ ടൈപ്പായി വരും. ഓൾറെഡി യൂസ് ചെയ്യല്ലേ മാം? അതായിരിക്കും. അപ്പോ നമ്മൾ പറയുന്നത് എന്താണോ ഈ ലിസണിങ് വോയിസ് ടൈപ്പിംഗ് എന്നുള്ള ആ ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞാല് നമുക്ക് പറഞ്ഞുകൊണ്ട് തന്നെ മലയാളം ടൈപ്പ് ചെയ്യാം. ഇനിയിപ്പോ ഇംഗ്ലീഷ് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിലോ ഈ മലയാളം എന്ന് കാണുന്നില്ലേ, അതിന്റെ തൊട്ടിപ്പുറത്ത് ഇംഗ്ലീഷ് എന്ന് കാണുന്നുണ്ടോ? അത് സ്വിച്ച് ചെയ്യുമ്പോ ഇവിടെ ഒരു ഷെയ്ഡ് വരും ഇംഗ്ലീഷ്. ഇനി നമ്മൾ ടൈപ്പ് ചെയ്യുന്നതെല്ലാം ഇംഗ്ലീഷിലായിരിക്കും. കണ്ടോ? മലയാളം വരില്ല. അപ്പൊ നിങ്ങൾക്ക് നീണ്ട ഒരു ലെറ്റർ അല്ലെങ്കിൽ നിങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്ത ഒരു ലെറ്റർ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യണമെങ്കിൽ ആരുടെയും ഹെൽപ്പ് നിങ്ങൾക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അത് ഈ ലിസണിങ് എന്നുള്ള ഈ വോയിസ് ടൈപ്പിംഗ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അത് വായിച്ചു കഴിഞ്ഞാൽ അത് അവിടെ എന്താണോ മാറ്റർ അത് നമുക്ക് ടൈപ്പിംഗ് ആയിട്ട് കിട്ടും. അവസാനം ടൈപ്പിങ്ങിന് ശേഷം താഴെ കോപ്പി എന്ന് കണ്ടോ? ഇവിടെ കോപ്പി എന്ന് കണ്ടില്ലേ? കണ്ടു. ആ കോപ്പിയിൽ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ സെലക്ട് ചെയ്ത് കോപ്പി ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ കൊണ്ടുപോയി നമുക്ക് പേസ്റ്റ് ചെയ്യാം. ഇതാണ് ഒരു AI ടൂൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത്
ഇതിന്റെ ഷെയറിംഗ് പോയോ? പോയി. ഓക്കെ, ഷെയറിംഗ് പോയി. ഓക്കെ 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 ഉണ്ടല്ലോ. വന്നു. ഇനി അടുത്തതാണ് ചാറ്റ് ജി പി ടി. ചാറ്റ് ജി പി ടിയിൽ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ മെയിൻ ആയിട്ടുള്ളത് ഇപ്പൊ മറ്റേ സ്ക്രീൻ കാണുന്നില്ലായിരിക്കും അല്ലേ? ചാറ്റ് ജിപിടി ഓക്കെ, ഇപ്പൊ ചാറ്റ് ജി പി ടി കാണുന്നില്ലേ? ചാറ്റ് ജി പി ടിയിലെ ആസ്ക് എനിത്തിങ് എന്നുള്ളിടത്ത് നമുക്ക് എന്ത് ചെയ്യാം, എന്ത് വേണമെങ്കിലും നമ്മൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ ഒരു വോയിസിന്റെ ഇപ്പുറത്ത് ഒരു മൈക്കിന്റെ ഇതിന്റെ അപ്പുറത്ത് ഒരു ബട്ടൺ കാണുന്നുണ്ടോ? വോയിസ് മോഡ് എന്ന് പറഞ്ഞിട്ട്. ഈ വോയിസ് മോഡിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞില്ലേ, ലാംഗ്വേജ് നമുക്ക് പഠിക്കണമെങ്കിൽ നമുക്ക് AI-നോട് അല്ലെങ്കിൽ ചാറ്റ് ജി പി ടിയോട് സംസാരിക്കാം എന്ന് പറഞ്ഞില്ലേ. ആ ഒരു വോയിസ് മോഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ സംസാരിക്കണോ, ഹിന്ദിയിൽ സംസാരിക്കണോ, ഇംഗ്ലീഷിൽ സംസാരിക്കണോ, ഏത് ലാംഗ്വേജിലും നമുക്ക് ചാറ്റ് ജി പി ടിനോട് സംസാരിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്കിപ്പം ഈ ഒരു പിക്ചർ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പിക്ചർ വേണമെങ്കിൽ ഡ്രോ എ പിക്ചർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിലോ നമുക്ക് പറയാം എനിക്ക് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ നമുക്ക് ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് എന്നുള്ള ബട്ടൺ ഉണ്ട്, ആഡ് ഫോട്ടോസ് എന്നുള്ളതിൽ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുത്താലും ഇവിടെ നമ്മൾക്ക് വ്യക്തമായിട്ട് ആൻസർ നമുക്ക് പറഞ്ഞു തരും. ഇതാണ് ചാറ്റ് ജി പി ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇന്നത്തെ ഡേറ്റ് എത്രയായിരുന്നു? എന്തോ ഇന്നത്തെ ഡേറ്റ് ചോദിച്ചാൽ പറഞ്ഞുതരും. ആ എല്ലാം നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റ് കറക്റ്റ് ആയിരിക്കണം എന്ന് മാത്രം. അത് കറക്റ്റ് ആയിട്ട് നമ്മൾ ചാറ്റ് ജി പി ടിനോട് ചോദിച്ചു കഴിഞ്ഞാല് തീർച്ചയായിട്ടും ചാറ്റ് ജി പി ടി എന്ത് പറഞ്ഞു തരും, നമുക്കുള്ള ആൻസർ പറഞ്ഞു തരും. നമ്മൾ പറയാണ് എനിക്ക് എക്സ്പ്ലെയിൻ ദീസ് തിങ്സ് ആസ് എ 10-year-old ചൈൽഡ് ടു അണ്ടർസ്റ്റാൻഡ് ഫോർ എ 10-year-old ചൈൽഡ് അല്ലെങ്കിൽ 5-year-old ചൈൽഡ് എന്നുള്ള പ്രോംപ്റ്റ് കൊടുത്താല് നമുക്ക് എന്താണോ ടോപ്പിക്ക് കൊടുക്കുന്നത് അതിനെ വളരെ സിംപ്ലിഫൈ ചെയ്ത് എക്സാമ്പിൾ അടക്കം നമുക്ക് ചാറ്റ് ജി പി ടി എക്സ്പ്ലെയിൻ ചെയ്ത് തരും. പിന്നെ നമുക്ക് ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ, പിള്ളേരുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തിട്ട് അവരുടെ ക്വസ്റ്റ്യൻസിന്റെ ആൻസറുകൾ നമ്മൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ നമ്മൾ ഇങ്ങനെ പുസ്തകം മുഴുവനും തപ്പിക്കൊണ്ടേയിരിക്കും. അതിന്റെ ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഫോട്ടോ എടുക്കുക, ആ ഫോട്ടോ എടുത്തിട്ട് അതിലേക്ക് അപ്ലോഡ് ചെയ്താൽ മതി. എന്നിട്ട് പറയാം ആൻസർ ഓൾ എന്ന് പറഞ്ഞാല് ആൻസർ ചെയ്തു തരും. പിന്നെ ഇതൊരു ഫ്രീ വേർഷൻ ആയതുകൊണ്ട് അതിനൊരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പറയും എന്റെ ലിമിറ്റ് ഇന്നത്തെ തീർന്നു എന്ന് പറയും. അപ്പൊ നമുക്ക് ഓപ്ഷൻ ഉണ്ട്, നമ്മൾ എന്ത് ചെയ്യുക, വേറൊരു ഇമെയിൽ ID-യിൽ കൂടെ ലോഗിൻ ചെയ്താൽ മതി. അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ നമുക്ക് കിട്ടും. പ്രോബ്ലം ഇല്ലാതെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അത് ഏത് AI ടൂളിലും നമുക്ക് അങ്ങനെ മാറി മാറി ലോഗിൻ ചെയ്താലും നമ്മളുടെ ആവശ്യങ്ങൾ നടക്കും. അപ്പോ ഇനി ഇവിടെ വെച്ചിട്ട് ഞാൻ AI എന്നുള്ള ഒരു സങ്കല്പത്തിനെ തൽക്കാലം നിർത്തുകയാണ്. അപ്പൊ നമുക്കൊന്ന് റീക്യാപ്പ് ചെയ്താൽ അതിനു മുമ്പ് ഞാൻ ചോദിക്കട്ടെ, നമ്മൾ റീക്യാപ്പ് എന്ന് പറയുന്നുണ്ട്. എന്താണ് ഈ റീക്യാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഈ RECAP എന്നുള്ള ഈ ലെറ്റേഴ്സ് എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് ആർക്കെങ്കിലും അറിയാമോ? R for എന്തായിരിക്കും? റിമെമ്പറിംഗ്. യാ. E for ഓക്കെ, നമുക്കൊന്ന് നോക്കാം. ജസ്റ്റ് ഞാൻ വെറുതെ ഒരു ഫണ്ടിന് വേണ്ടിയിട്ടാണ് കേട്ടോ. R for remember. ഓക്കെ. E for explain. C for choose main points. A for arrange. അതിനെ അറേഞ്ച് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യണം, പ്രസന്റ് ചെയ്യണം. ഇതാണ് റീക്യാപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇതാക്കിയെന്ന് മാത്രമേ. അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് റീക്യാപ്പ് ചെയ്യാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് 2 ടൈപ്പിലാണ് ലേൺ ചെയ്യുന്നത്. ഒന്ന് നാച്ചുറൽ ലേണിംഗ് പ്രോസസ്സിംഗ് ഉപയോഗിച്ചും, അതല്ലെങ്കിൽ മെഷീൻ ലേണിംഗ്. മെഷീൻ ലേണിംഗ് 3 തരത്തിലുണ്ട്: സൂപ്പർവൈസ്ഡ് ആൻഡ് സൂപ്പർവൈസ്ഡ് റീഇൻഫോഴ്സ്മെന്റ്. സൂപ്പർവൈസ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുക ഉറുമ്പുകൾ എങ്ങനെയാണോ ട്രെയിൻ ചെയ്യുന്നത് അതേ രീതിയിൽ ഒരു നേരായ മാർഗത്തിലൂടെ ആദ്യം പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു വഴിയിലൂടെയാണ് നീങ്ങുന്നത്. അൺസൂപ്പർവൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു പാറ്റേൺ കണ്ടിട്ട് നമ്മൾക്ക് യൂട്യൂബ് ഒക്കെ റെക്കമെൻഡ് ചെയ്ത് തരുന്നതാണ് ഈ അൺസൂപ്പർവൈസ്ഡ് എന്ന് പറയുന്നത്. റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുമ്പോൾ അത് എന്തായിരിക്കും, റോബോട്ടിക്സിലേക്ക് കടക്കും. സെൽഫ് ഡ്രിവൺ കാർ എങ്ങനെയാണോ ആ ഒരു ലെവലിലേക്ക് കിടക്കും. അപ്പോൾ ലെറ്റ് മീ കൺക്ലൂഡ്. AI എന്ന് പറയുന്നത്
ഒരു മാജിക് ഒന്നും അല്ല. ലോകം ഉണ്ടായ കാലത്ത് തന്നെ അതിലുള്ള ഒരു നാച്ചറിന്റെ അനുഗ്രഹമാണ് സത്യത്തിൽ AI എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഈ ഒരു ജീവികളുടെ എല്ലാം തന്നെ നമ്മൾക്ക് AI എന്താണെന്ന് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ സെഷൻ എന്റെ ഈ നാച്ചറിനെ, ഈ കുഞ്ഞു ജീവികൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ്. ദാറ്റ്സ് ഓൾ. താങ്ക് യു സോ മച്ച്. Thank you, Supri Madam. It was just beyond our expectation. It was fantastic. Yeah. Thank you, sir. Thank you. Really, really great. It was very imaginative. It is involved, everybody involved in it, and everybody understood it. മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? Yeah. Go ahead. മാം, ഈ വേർഡിൽ നമ്മൾ ഈ മംഗ്ലീഷ് എങ്ങനെയാ കേട്ടുന്നത്? കോപ്പി പേസ്റ്റ് തന്നെയാണോ വേർഡിലേക്ക്? കോപ്പി പേസ്റ്റ് ചെയ്യാം, അല്ലാണ്ട് നേരെ വേർഡിൽ ചെയ്യാൻ പറ്റില്ല അല്ലെ? വേർഡിലും ചെയ്യാൻ പറ്റും. വേർഡിലും ഈ വോയിസ് ടൈപ്പിംഗ് ഉണ്ട്. ഐഡിയൽ എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു ചാനൽ ഉണ്ട്. അതിൽ ഞാൻ വേർഡ്, എക്സൽ, പവർ പോയിന്റ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് ഇടുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഒന്നും ഇടുന്നില്ലല്ലോ, ഇപ്പൊ ഒരുപാട് ഇത് വന്നു. എന്നാലും കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് ആ ചാനലിൽ ഇടുന്നത്. അതിലും ഞാൻ വേർഡിൽ ചെയ്യാവുന്ന ഒരു മെത്തേഡ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഓക്കെ മാം, താങ്ക് യു. ചാനൽ എന്താണ്, പേരെന്താണ്? ഐഡിയൽ എക്സ്പ്രസ്. എല്ലാ ഐഡിയലിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഐഡിയൽ കിഡീസ് എന്ന് പറയുന്നത് എന്റെ മോന്റെ ഒരു ചാനലാണ്. ഐഡിയൽ എക്സ്പ്രസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചാനലാണ്, അത് ഞാൻ തന്നെയാണ്. പിന്നെ ഐഡിയൽ ഇൻഫോ മീഡിയ എന്ന് പറയുന്നത് ടാക്സ്, GST അങ്ങനെയുള്ള ടാക്സ് സംബന്ധമായിട്ടുള്ള വീഡിയോസ് ഇടുന്നതാണ്. അങ്ങനെ 3 ചാനലുകൾ കോവിഡ് സമയത്ത് വെറുതെ ചൊറിയും കുത്തിയിരുന്നപ്പോ വെറുതെ ഒരു രസത്തിന് തുടങ്ങിയ ചാനലുകളാണ്. കുഴപ്പമില്ലാതെ 2 മോണിറ്റൈസ്ഡ് ആയി. മോന്റെ ചാനൽ അങ്ങനെ തന്നെ കിടക്കുകയാണ്. നമുക്ക് അങ്ങനെ കണ്ടിന്യൂസ് വീഡിയോ ഇടാനുള്ള ഒരു അവസരം കിട്ടുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ലാഗായി പോകുന്നു മാത്രം. ഗുഡ്. ആർക്കെങ്കിലും സംശയങ്ങളുണ്ട് ചോദിക്കേണ്ട സമയമാണ്. സബ്ജക്റ്റിനെ പറ്റി എന്തെങ്കിലും ഡിസ്കഷൻ ഉണ്ടെങ്കിൽ തുടങ്ങാം. ഞാൻ എന്റെ പരമാവധി AI എന്നുള്ള ഒരു ഡ്രൈ സബ്ജക്റ്റിനെ പരമാവധി ഇന്ററാക്റ്റീവ് സെഷൻ ആക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ സത്യം പറഞ്ഞാൽ ഞാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ള ഒരു ടോപ്പിക് ആയിരുന്നില്ല ഉദ്ദേശിച്ചത്, മറ്റൊരു ടോപ്പിക് ആയിരുന്നു. സാറ് കഴിഞ്ഞ സെഷനില്, GK സാറുടെ സെഷനിൽ സാറ് പറഞ്ഞു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് ഞാൻ എടുക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ക്രിസ്റ്റീനോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? അതായത് ഇപ്പോഴുള്ള ജനറേഷൻ കുട്ടികള് ഒരുപാട് കമ്പ്യൂട്ടറും അതുപോലെ സോഫ്റ്റ്വെയറും അങ്ങനെയുള്ള സാധനങ്ങൾ പഠിക്കണുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്ന് വളർന്ന് എല്ലാത്തരം ജോബുകളെയും എടുക്കുകയാണെങ്കിൽ വാസ്തവത്തിൽ ഈ സോഫ്റ്റ്വെയർ സംഭവങ്ങളെല്ലാം ഈ AI കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ ഈ കുട്ടികളെല്ലാവരും തന്നെ ഒരു ആകാംക്ഷയോടുകൂടി പറയാണ്, ഇനി എന്തു പഠിക്കും? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിച്ചാലും കാര്യമുണ്ടോ? അതെല്ലാം നിന്നു പോകില്ലേ എന്നൊരു ചോദ്യം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ജോബ് കളയാനായിട്ടുള്ളതല്ല സാറേ, നമ്മളുടെ ജോബ് ഈസി ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനും തെറ്റു പറ്റും, അതിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളത് മനുഷ്യന്റെ ഒരു ധാർമ്മികമായ മനുഷ്യന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ അതിന്റെ പിന്നിൽ മനുഷ്യന്റെ എഫേർട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്താ പറയാ, ഒരു ജോബിനെ താഴെ ഏറ്റവും ലോവർ ആയിട്ടുള്ള അങ്ങനെയുള്ള ഒരു കണ്ടിന്യൂസ് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഓട്ടോമേഷൻ ചെയ്യുമ്പോൾ ബാക്കിയുള്ളതിലൊന്നും നമ്മളുടെ മനുഷ്യന്റെ ജോലി പോവുക അല്ലെങ്കിൽ നമുക്ക് ജോലി ഇല്ലാത്ത ഒരു അവസ്ഥ അങ്ങനെയൊന്നും വരില്ല. ഇനിയുള്ള കാലം AI ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചാലാണ് കൂടുതലായിട്ടുള്ള ഇതിലേക്ക് നിൽക്കുള്ളൂ. നമ്മുടെ ബുദ്ധിശക്തി എന്നാലും ഇതിനെല്ലാം വേണ്ടി വരും. അതെ അതെ. കാരണം ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇനിയിപ്പോ പഠിക്കേണ്ട ആവശ്യമില്ലാത്ത ചിന്താഗതി വരില്ല. കാരണം അവരിപ്പോ പണ്ടത്തെ കാര്യം ഞാൻ പറയണം, ഈ നമ്മുടെ കാൽക്കുലേറ്ററും ഒക്കെ വന്ന സമയത്ത് പണ്ട് നമ്മൾ ടേബിൾസ് പഠിച്ചിരുന്നു. അതെ അതെ. പിന്നെ അതിന്റെ ആവശ്യം വന്നില്ല. കാരണം ഉടനെ അതിനകത്ത് നമ്മൾ പിന്നെ ടേബിൾസ് പിള്ളേർ പഠിക്കണമെന്ന് നിർത്തി. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുമ്പോ നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. വാട്ട് എവർ യു വാണ്ട് യു ക്യാൻ ജസ്റ്റ് ഗെറ്റ് ഇറ്റ് ഫ്രം യുവർ ഫിംഗർ ടിപ്സ്. അപ്പൊ പിന്നെ നമുക്ക് പഠിച്ചിട്ടുള്ള നോളജ്
നമ്മൾ വായിച്ച് പഠിച്ചിട്ടുള്ള നോളജ് കിട്ടണത് ആ നോളജ് ഇല്ലാതാക്കുന്നതല്ലേ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതെ അതെ, ഇതൊരു സ്മാർട്ട് ലേണിംഗ് ആണ്. പക്ഷെ നമ്മളുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറയുന്നത് ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നിട്ടില്ലെങ്കിൽ കൂടി പിള്ളേർ പഠിക്കാത്ത അവസ്ഥയാണ്. ഇപ്പൊ ഞാൻ മോനെ 7 വരെ CBSE-യിലായിരുന്നു. 8ാം ക്ലാസ്സിലാണ് ഞാൻ സ്റ്റേറ്റ് സിലബസിലേക്ക് കൊണ്ടുവന്നത്. ഇവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ പകുതി ആൻസറും ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. ഹിന്ദിയൊക്കെ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളത് എഴുതി വെച്ചാൽ തന്നെ പാസ്സാവുന്ന രീതിയാണ്. നമ്മളൊക്കെ എന്താ കഷ്ടപ്പെട്ട് അതിന്റെ മീനിങ്, പര്യായം, എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പഠിക്കുന്ന കാലത്ത്. ഇപ്പോഴത്തെ പിള്ളേർ അതൊന്നും പഠിക്കുന്നില്ലല്ലോ. അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നതുകൊണ്ടല്ല, അതിന് മുന്നേ തന്നെ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെതായ കുഴപ്പങ്ങളാണ്. പിന്നെ അവർ കുറെ കൂടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള വേറെ കാര്യങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളത്. 2 വർഷമുണ്ട്. എന്നെ സംബന്ധിച്ച് പിള്ളേര് പഠിക്കുന്നില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. പക്ഷെ വിവരമുള്ളവരൊക്കെ പറയുന്നത് ഇപ്പോഴത്തെ വിദ്യാഭ്യാസമാണ് നല്ലത് എന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് അതിനെ കുറിച്ച് അത്രയ്ക്ക് അങ്ങനെ ആധികാരികമായിട്ട് പറയാനുള്ള അറിവൊന്നുമില്ല. എന്റെ കാഴ്ചപ്പാടില് നമ്മൾ പഠിച്ച കാലത്ത് എന്തായിരുന്നു അതാണ് എനിക്കിഷ്ടം. നമ്മുടെ കാലത്ത് ഹാർഡ് വർക്ക് ആയിരുന്നു, ഇപ്പൊ സ്മാർട്ട് വർക്ക് ആണ്. റാങ്ക്, SSLC-ക്കൊക്കെ ഒരു റാങ്ക് കിട്ടുക, മാർക്ക് അറിയുക, അതൊക്കെ നമുക്ക് ഭയങ്കര ആകാംക്ഷയുള്ള കാര്യമല്ലായിരുന്നോ? ഇപ്പോഴെന്താ ഫുൾ A+. A+ ഒക്കെ ചവറ് പോലെയാണ് എല്ലാവർക്കും കിട്ടുന്ന അതിനൊക്കെ ഒരു ഡിമാൻഡ് കുറഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇപ്പൊ ഈ ഫോണും ഇതൊക്കെ യൂസ് ചെയ്തതോട് കൂടിയിട്ട് ഞാൻ കാണുന്നത് എന്താണെങ്കിൽ എക്സാം ഹാളിൽ പോലും പിള്ളേര് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പൊ ഫോട്ടോ എടുത്ത് ChatGPT-യിലിട്ട് ആൻസർ ചെയ്യുന്ന ഇഷ്ടം പോലെ ഞാൻ കാണുന്നുണ്ട്. ഇഷ്ടം പോലെ കോപ്പി അടിക്കുകയാണ്. പിള്ളേർക്കൊന്നും ക്വാളിറ്റി ഇല്ല. ഇപ്പോഴത്തെ പഠനത്തിനൊന്നും ക്വാളിറ്റി ഇല്ല. അത് പക്ഷെ ഈ ടെക്നിക്കലായിട്ടുള്ള ഇമ്പ്രൂവ്മെന്റിന് ഈ ടെക്നിക്കലായിട്ട് കണ്ടുപിടിക്കുന്നവർ പഠിച്ചിട്ടുണ്ടല്ലോ, അവർക്ക് വിവരം ഉണ്ടല്ലോ. അപ്പൊ നമ്മൾക്ക് വിവരം വേണം എന്ന് നമുക്ക് തന്നെ തോന്നേണ്ട ഒരു കാര്യമാണ്. വായനയോ അതുപോലെ അല്ലെ എല്ലാം നമ്മൾക്ക് വേണം എന്ന് നമുക്ക് തോന്നിയാൽ നമ്മൾ പഠിക്കും. എവിടെ കൊണ്ടിട്ടാലും നമ്മൾ പഠിക്കും. അത് നമുക്ക് തോന്നേണ്ട കാര്യമാണ്. ഒരു കാര്യം, ChatGPT-യിൽ നമുക്ക് നിയറസ്റ്റ് ഉള്ള ആൻസർ ആണ് കിട്ടുന്നത്. ഇപ്പോൾ മാഡം പറഞ്ഞല്ലോ ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കറക്റ്റ് ആൻസേഴ്സ് വരുമെന്ന്. പക്ഷെ ആക്ച്വലി ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മളിപ്പോൾ ഈ 2024-ലുള്ള സ്റ്റാറ്റിസ്റ്റിക്സാ വരുള്ളൂ. 25-ൽ നമ്മൾ ചോദിച്ചാലും 25-ൽ തരാതെ 24 23 അവൈലബിൾ ഡാറ്റയാണ്. അതേമാതിരി അതിൽ എന്തൊക്കെ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു പ്രോംപ്റ്റ് കൊടുക്കണം സാറേ, ഫ്രം റിലയബിൾ സോഴ്സ് എന്ന് പറയണം, അല്ലെങ്കിൽ ഇത് കണ്ടെടുക്കുന്നൊക്കെ കൊണ്ടുവരും. അത് പക്ഷെ കറക്റ്റ് ആൻസർ ആണെന്ന് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ഷുവർ ഇല്ല. ഇപ്പൊ ChatGPT അല്ലാതെ തന്നെ ഡീപ്പ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റനവധി പ്ലാറ്റ്ഫോമുകൾ ഉണ്ട്. അതിലൊക്കെ കുറെ കൂടെ ആക്യുറസി ഉണ്ട്. ഇതിന് കിട്ടാനുള്ള ആക്യുറസി കൂടുതലാണ്. ഞാൻ എന്ത് പറഞ്ഞു വരുന്നെന്ന് വെച്ചാല്, നമുക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് AI-യിൽ ഡിപ്പെൻഡ് ചെയ്യാൻ ഒക്കുള്ളൂ. അല്ലെങ്കിൽ അത് ചുമ്മാ എടുത്തിടുന്ന ഒരു ഡാറ്റ ആയിട്ട് മാറും. അതാണ് എന്റെ ഒപ്പീനിയൻ. നമ്മൾ വി ഷുഡ് ഹാവ് സം നോളജ്. അതായത് നമുക്ക് അതാണ് ഇപ്പൊ സാറ് പോൾ സാറ് ചോദിച്ചതിനുള്ള ഒരു റിപ്ലൈ കൂടിയാണ് ഇത്. അതായത് നമുക്ക് ഒരു ഡാറ്റ കൊണ്ട് തരുമ്പോ അത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് കുറച്ച് നോളജ് ഉണ്ടെങ്കിലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചിരിക്കണം, കുറച്ചെങ്കിലും ഒക്കെ നമ്മൾക്ക് അറിവുണ്ടാവണം. ഈ പറഞ്ഞ പോലെ ChatGPT-യിൽ ഒരുപാട് തെറ്റുകൾ കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. പക്ഷെ നമുക്കും അതിനെക്കുറിച്ച് കുറച്ച് നോളജ് ഉണ്ടായിരിക്കണം. പിന്നെ ആ കിട്ടിയ ഡാറ്റ അത് ശരിയാണെന്ന് പറയാതെ നമ്മൾ 1-2 ഇതിലും കൂടെ റെഫറൻസുകളും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ ഉറപ്പിക്കാനായിട്ട്. ഇതിനകത്ത് പറഞ്ഞതിന് ഒരു ആൻസർ കൊടുക്കാനായിട്ട് എനിക്ക് തോന്നണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊന്നും യഥാർത്ഥത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഒന്ന് ആലോചിക്കൂ, ഒരു സ്പേസ് യാത്രയിൽ ചന്ദ്രനിലോ മറ്റു ഗ്രഹത്തിലോ പോയി ഇറങ്ങുന്ന ഒരു യന്ത്രത്തെ നിയന്ത്രിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതായത് ചന്ദ്രനിൽ നടക്കുന്ന കാര്യം ഇവിടെ നിന്ന് നിയന്ത്രിക്കുമ്പോൾ സമയം പോലും വ്യത്യാസപ്പെട്ടാണ് ഇരിക്കുന്നത്. അതുപോലും ഇന്റലിജന്റ് ആയിട്ട് കണ്ടുപിടിച്ച് കൃത്യതയോടുകൂടി കാര്യങ്ങൾ നിർവഹിക്കുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ എക്സലൻസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്രീ ആയിട്ട് കിട്ടുന്ന ChatGPT-യും ഇതൊക്കെയാണ്. അതിലെല്ലാം ലിമിറ്റേഷൻസ് ഉണ്ട്. അത് വെച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കഴിവിനെ നമ്മൾ അളക്കരുത്. അത് നമ്മളിൽ കണ്ടിട്ടുള്ളതിനേക്കാളും നമ്മൾ അനുഭവിച്ചിട്ടുള്ളതിനേക്കാളും അപ്പുറത്താണെന്നുള്ളതാണ് വാസ്തവം.
മറ്റേ സാറ് ഉദ്ദേശിച്ചത് അതല്ല, നമ്മൾ സാധാരണക്കാർ യൂസ് ചെയ്യുമ്പോ ഇത്തരത്തിലുള്ള ഇതുകളൊക്കെയല്ലേ നമ്മൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമുക്ക് വേണ്ടത് ഇത്തരത്തിലുള്ള ChatGPT പോലെയുള്ള അത്രയും ചെറിയ സോഫ്റ്റ്വെയർസ് ഒക്കെയാണ്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് നമ്മളുടെ ഡെയിലി യൂസേജിലേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ളതിൽ തെറ്റുവരും എന്നുള്ളതാണ്. അതാണ് നമ്മൾ പറഞ്ഞത് ഈ ആർട്ടിഫിഷ്യൽ ഞാനും പറഞ്ഞത് ഇന്റലിജൻസിന് തന്നെയാണ്. ഫ്രീ ആയിട്ട് കിട്ടുന്നതിലൊന്നും കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കണമെന്ന് നിർബന്ധമില്ല. കാരണം ഈ ChatGPT ഉപയോഗിച്ചിട്ട് പല കാര്യങ്ങളും ഞാൻ ചെയ്ത് നോക്കിയിട്ട് എന്റെ ബുദ്ധി കൊണ്ട് ചെയ്യാവുന്നതിനേക്കാളും വളരെ താഴ്ന്ന ലെവലിലാണ് ഇപ്പൊ ഈ ഫ്രീ ആയിട്ട് കിട്ടുന്ന ChatGPT ചെയ്യുന്ന കാര്യങ്ങൾ. ഞാനൊന്ന് പറഞ്ഞോട്ടെ അതുകൊണ്ട് യാതൊരു ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇടയ്ക്കൊന്ന് മക്കളെ വിളിച്ചപ്പോ ഇടയ്ക്കൊന്ന് മാറേണ്ടി വന്നു. എന്നാലും ഞാൻ അതുകൊണ്ട് ഡിസ്കഷൻ കേട്ടില്ല. ഇപ്പം നമുക്ക് ട്രെയിനേഴ്സിനൊക്കെ സത്യം പറഞ്ഞ യൂസ്ഫുൾ ആകുന്ന ഒരു സാധനമാണ് ഗാമ AI. നല്ല ഭംഗിയായിട്ട് നല്ല ഒന്നാന്തരം PPT പ്രിപ്പയർ ചെയ്ത് തരും. ഗംഭീരായിട്ട് നമുക്ക് PPT പ്രിപ്പയർ ചെയ്ത് തരുമെങ്കിലും അതൊരു ലെവലിനപ്പുറം അങ്ങനെ ഇപ്പൊ നമ്മൾ ഒരു ലെവല് താഴ്ന്നിട്ടുള്ള രീതിയിലോ അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമ്മൾക്കൊരു ആശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവര് തരുന്ന ആശയത്തിൽ കൂടെ തന്നെ നമ്മളുടെ ആശയം കൂടെ യോജിപ്പിച്ചിട്ട് തീർച്ചയായും അല്ല ഗാമയ്ക്ക് രണ്ടുമുണ്ട്. നമുക്ക് കിട്ടുന്നത് അല്ല ടൈറ്റിൽ കിട്ടും, ടൈറ്റിൽ കിട്ടും. നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഞാനിപ്പോ ട്രെയിനേഴ്സ് കൂടുതൽ ഉള്ളത് ഇതായതുകൊണ്ട് ഞാൻ എന്റെ ഒരു സജഷൻ ഞാൻ പറയാന്നാണ്. നമുക്ക് ഇപ്പൊ ChatGPT-യേക്കാളും എനിക്ക് പിന്നെ മൈക്രോസോഫ്റ്റ് ഉള്ളത് കൊണ്ട് കോപൈലറ്റ് എടുക്കും. കോപൈലറ്റ് എനിക്ക് നന്നായിട്ടാ തരുന്നേ, നല്ല രീതിയിൽ ആ പോയിന്റ്സ് തരും. ആ പോയിന്റ്സ് കൊടുത്തുകൊണ്ട് ഗാമയ്ക്ക് കൊടുത്താൽ നല്ല ഒന്നാന്തരം PPT പ്രിപ്പയർ ചെയ്ത് തരും. അപ്പൊ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അത്തരം കാര്യങ്ങൾ നമുക്ക് ഒത്തിരി ചെയ്യാൻ പറ്റും. സത്യത്തില് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമുക്ക്. ChatGPT ഫ്രീ വേർഷനിൽ കാര്യമായി ഗുണമില്ല. അതിന്റെ ഹയർ വേർഷൻസ് പെയ്ഡ് വേർഷൻ എടുത്താലേ അതിൽ ഗുണമുള്ളൂ. ഇതൊക്കെ ചെയ്യുന്നത് എന്താണെങ്കിൽ ആദ്യം ഈ AI-കളൊക്കെ ഫ്രീ ആയിട്ട് നമുക്ക് തരും. നമ്മൾ അതിൽ ചെയ്ത് നോക്കുമ്പോ ആഹാ കൊള്ളാലോ എന്നുള്ള ഒരു ലെവലിലേക്ക് വരുമ്പോ അവരെ പെയ്ഡ് ആക്കും. കഴിയുമ്പോ പെയ്ഡ് വേർഷനിൽ കുറെ കൂടെ ആക്യുറസി ഉണ്ട്. ഈ പറഞ്ഞ പോലെ കുറെ കൂടെ ആക്യുറസി ഉണ്ട്, കുറെ കൂടെ കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഇപ്പൊ നമുക്കൊരു ഇമേജ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ Meta AI എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, AI ടൂൾ ഉണ്ട്. അതിൽ ഒരുപാട് പിക്ചേഴ്സ് ഫ്രീ ആണ്. അത് എത്ര നമുക്ക് ജനറേറ്റ് ചെയ്താലും ഫ്രീ ആണ്. പക്ഷെ ഈ പറയുന്ന മറ്റുള്ള ഇതിലൊക്കെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പെയ്ഡ് വേർഷനിലൊക്കെയാണ് വരുന്നത്. ഡെയിലി ക്രെഡിറ്റ് നമുക്ക് കിട്ടുന്ന AI ടൂളുകളുണ്ട്, ഒരുപാട് AI ടൂളുകളുണ്ട്. മാം പറഞ്ഞതുപോലെ ട്രെയിനേഴ്സിന് ഇപ്പൊ ഞാൻ പറഞ്ഞത് 2 ടെക്സ്റ്റ് ടൂളുകൾ മാത്രമാണ്. ഇതല്ലാതെ ഒരുപാട് AI ടൂളുകളുണ്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ, അതുപോലെ പവർ പോയിന്റ് പ്രസന്റേഷന്, പിക്ചർ ക്രിയേറ്റ് ചെയ്യാൻ, ഇങ്ങനെ ഒരുപാട് AI ടൂളുകളുണ്ട്. നമ്മൾ എത്രത്തോളം ആക്യുറസിയിൽ നമ്മളുടെ റിക്വയർമെന്റ് അതിനോട് പറയുന്നു അത്രത്തോളം ആക്യുറസിയിൽ നമ്മൾക്ക് അതിന്റെ ഔട്ട്പുട്ട് കിട്ടും. ഇപ്പൊ ഞാൻ എന്റെ ഒരു ബുക്കിന് വേണ്ടിയിട്ട് ഞാൻ കവർ പേജ് ഡിസൈൻ ചെയ്തത് ഞാൻ ഈ കോപൈലറ്റിന് കൊടുത്തിട്ടാണ്. കുറെ ആ പ്രോംപ്റ്റ് കറക്റ്റ് ചെയ്ത് എനിക്ക് വാട്ടർ കളറിൽ സട്ടിൽ പേജില് ഒക്കെ വേണമെന്ന് പറഞ്ഞ എല്ലാം എന്റെ മനസ്സിലുള്ള പിക്ചർ എനിക്ക് കിട്ടുകയും ചെയ്തിട്ട് ഞാൻ അത് നോഷൻ പ്രസ്സിന് കൊടുത്തിട്ട് അവരവസാനം ഞാൻ പറഞ്ഞു നിങ്ങളും ക്രിയേറ്റ് ചെയ്തോ, കാരണം എന്റെ അറിവില്ലായ്മയുടെ പുറത്ത് ചെയ്യുന്ന കാര്യമാണല്ലോ. ഒരു ബുക്കിന്റെ കവർ എന്റെ ഒരു ഞാൻ ആദ്യമായിട്ട് എഴുതിയ ഒരു ബുക്കാ. പക്ഷെ നോഷൻ പ്രസ്സുകാരെ അവസാനം എന്നോട് പറഞ്ഞ എന്താണെന്നറിയോ, മാം ഞങ്ങൾ ഇതുപോലെ ഒരു കവർ പേജ് ഞങ്ങൾ ഡിസൈൻ ചെയ്യാൻ ശ്രമിച്ചിട്ട് കിട്ടിയിട്ടില്ല, സോ വി ആർ ടേക്കിംഗ് യുവർ കവർ പേജ് എന്നാ പറഞ്ഞത്. സോ അപ്പൊ അത്രയും നമുക്ക് ആ ഫൈനായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. എനിക്ക് എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചിത്രമാണ് എനിക്ക് ഫൈനലി കിട്ടിയെന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. മോൾ സാറെ കേട്ടില്ലേ? അപ്പൊ AI ഉണ്ടെങ്കിലും മനുഷ്യന്റെ തല അതിന് പുറകിൽ വേണം. അതെ, നമ്മളുടെ റിക്വയർമെന്റ് നമ്മൾ തന്നെ വേണം അതിന്റെ പുറകില്. നമ്മുടെ പ്രോംപ്റ്റ് കറക്റ്റ് ആയിട്ട് പോണം. പിന്നെ നമുക്ക് ചിലപ്പോ ഭ്രാന്ത് കയറും, അപ്പൊ ചീത്തയും വിളിക്കും ഞാൻ. നമ്മുടെ ഫ്രസ്ട്രേഷൻ അവിടെ തീർക്കും. കുറെ പ്രാവശ്യം ആകുമ്പോഴേ ഞാൻ കുറെ ചിത്രം അതിലുണ്ടാക്കി നോക്കി, അവസാനം പക്ഷെ എനിക്ക് കറക്റ്റ് ആയിട്ട് തന്നു. ChatGPT അതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇതിനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് നമ്മൾ ഒരു മനുഷ്യനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ, ഇപ്പൊ നമ്മൾ ഒരു ഇത് കൊടുത്തു താങ്ക് യു എന്നൊക്കെയുള്ള മെസ്സേജ്, ഇത്തരത്തിൽ നമ്മൾ മനുഷ്യനോട് സംസാരിക്കുന്ന പോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ
നമുക്ക് റിസൾട്ട് വളരെ ഭംഗിയായി കിട്ടും. നമ്മൾ ചുമ്മാ ഒരു താങ്ക് യു അടിച്ചാൽ മതി, അപ്പൊ അതെ തന്നെ അതെ അതെ സെക്കൻഡിനുള്ളിൽ തന്നെ വരുന്ന മറുപടി നമ്മളെ അത്ഭുതപ്പെടുത്തും. ഇപ്പൊ ഇനി ഇവിടെ ഞാൻ ട്രെയിനേഴ്സ് അല്ലേ ഇനി ഞാൻ നിങ്ങള് എന്താണ് ചാറ്റ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞുള്ള മെസ്സേജ് കറക്റ്റ് തന്നിട്ട് കൂടുതൽ സത്യം ഡീറ്റെയിൽസ് തരാം. അപ്പൊ ഇവിടെ വേണ്ടത് നമ്മൾ ഒരു മനുഷ്യനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ എയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. റിസൾട്ട് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയം. ഇന്ന് ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാല്, ഞാനിവിടെ പറഞ്ഞ പോലെ കരിയർ വ്ളോഗ് എന്ന് പറഞ്ഞ ഒരു ചാനലുണ്ട്, പിന്നെ പേരുണ്ട്, അത് മോണിറ്റൈസ് ചെയ്ത ചാനലാണ്. ഞാനിപ്പോ വേറൊന്ന് ആലോചിച്ചു, അത് കരിയർ ഗൈഡൻസ് സംബന്ധമായ കാര്യങ്ങളെ കൂടുതൽ തന്നെ. അപ്പൊ പുസ്തകങ്ങളൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് വരണം, ഒരു ചാനൽ തുടങ്ങണം. ഞാൻ ഇന്ന് ചാറ്റ് GPT-യോട് ഇതുപോലെ തന്നെ ക്ലൗഡ് AI എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അത് മലയാളത്തിലൊക്കെ കിട്ടാൻ വേണ്ടി അടിപൊളി സാധനമാണ്. മലയാളത്തിലെ ഫോണ്ടൊക്കെ വളരെ കറക്റ്റ് സാധനമാണ് ക്ലൗഡ് AI എന്ന് പറയുന്ന സാധനം. അതൊന്ന് നോക്കേണ്ടതാണ്. ഈ ചാറ്റ് GPT ഒക്കെ നല്ല മലയാളത്തില് ഇത് കിട്ടുന്നത് ക്ലൗഡ് AI എന്നും പറയും. അപ്പൊ ഞാനിന്ന് ഒരു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, റീഡിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു, അതിന് പറ്റിയ ഒരു പേര് തരണം എന്ന് പറഞ്ഞു. അവര് കുറെ പേരുകൾ സജസ്റ്റ് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ളത് വേണം എന്ന് പറഞ്ഞ് വീണ്ടും പ്രോംപ്റ്റ് കൊടുത്തു. അപ്പോൾ അവരെനിക്ക് കുറെ തന്നിട്ട് പറഞ്ഞു, നിങ്ങൾ നെയിം ചെക്കർ എന്ന് പറയുന്ന 2 സൈറ്റുകൾ കൂടി സജസ്റ്റ് ചെയ്തു. ഇതിൽ കയറി നോക്കിക്കോ, ഞങ്ങൾ ഇതിൽ നോക്കിയതാണ് എന്ന് പറഞ്ഞ്, കോപ്പിറൈറ്റ് ഒന്നും പ്രശ്നമില്ല. അങ്ങനെ തന്നിട്ട് എനിക്ക് തന്നത് മലയാളവും ഇംഗ്ലീഷും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 കൂട്ടരെയും ആകർഷിക്കാൻ പറ്റും. അങ്ങനെ വായന വൈബ്സ് എന്ന് പറയുന്ന കുറെ പേര് സജസ്റ്റ് ചെയ്തു. ഞാൻ വായന വൈബ്സ് എടുത്തു. ഞാനത് ചാനലിൽ നിന്ന് രജിസ്റ്റർ ചെയ്തു. ആദ്യം വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ ചെയ്തു. അപ്പൊ അതിൽ കിട്ടിയ പേരാണ് വായന വൈബ്സ്. അപ്പൊ മലയാളവും വായന, ഇംഗ്ലീഷ് തന്നെ വായന എന്ന് എഴുതും. അപ്പൊ അവര് തന്നെ പറയുന്നത് നിങ്ങൾക്ക് ഇംഗ്ലീഷും മലയാളത്തിലുള്ള റീഡേഴ്സിന്, ഓഡിയൻസിനെ കിട്ടുമെന്നാണ്. കാരണം വൈബ് എന്നുള്ള ഇംഗ്ലീഷ് വാക്കും ഒക്കെ വന്നിട്ട്, അപ്പൊ അത്തരത്തിലുള്ള നല്ല ആൻസറുകൾ നമുക്ക് കിട്ടും. നമ്മൾ കൃത്യമായിട്ട് അതുകൊണ്ട് ഇവിടെ പറഞ്ഞ പോലെ ഈ പ്രോംപ്റ്റ് കൊടുക്കുന്നാലും ചുരുക്കിയ കാര്യങ്ങൾ കൊടുത്താൽ മതി, അപ്പൊ തന്നെ ഉണ്ടാക്കി തരും. അതുപോലെ യൂട്യൂബ് തമ്പനയില് ഒക്കെ നല്ല അടിപൊളി തമ്പനയിലൊക്കെ കിട്ടും. പിന്നെ ഹാഷ്ടാഗുകൾ ക്രിയേറ്റ് ചെയ്ത് തരും. അതെ, ഹാഷ്ടാഗ് ഒക്കെ ഇഷ്ടംമാരിയുണ്ട്. നമുക്കത് ഡയറക്റ്റ് അവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് നമ്മുടെ ഇതിൽ കൊണ്ട് പേസ്റ്റ് ചെയ്താൽ മതി. ഞാൻ എന്റെ ബുക്ക് മലയാളം കറക്റ്റ് ചെയ്തതും ചാറ്റ് GPT വെച്ചാ, പക്ഷെ നമ്മുടെ നോർമൽ ചാറ്റ് GPT തപ്പിയിട്ട് അത് മുഴുവൻ പൊട്ടത്തെറ്റായിരുന്നു. അതിനേലും ഭേദം ഞാൻ എഴുതുകയെന്ന് വിചാരിച്ചു. എന്റെ ഗ്രാമർ നോട്ട്ബുക്ക് LLM എന്ന് പറഞ്ഞിട്ട് ഒരു AI ഉണ്ട്. ഞാൻ പക്ഷെ ഒരു മധുവിന്റെ ഒരു മലയാളം എടുത്തു. എന്നിട്ട് എന്റെ ഭാഷ കറക്റ്റ് ചെയ്യാതെ, മാറ്റാതെ ഇത് എന്താ പറയാ, ഗ്രാമറും മാത്രം കറക്റ്റ് ചെയ്ത് തരാൻ പറഞ്ഞു. എനിക്ക് കൃത്യമായിട്ട് ചെയ്തു തന്നു. അതുകൊണ്ട് കറക്ഷൻസ് കുറവായിട്ട് എനിക്ക് എടുക്കാൻ പറ്റി. ഇടയ്ക്കിടയ്ക്ക് താങ്ക് യു ഒക്കെ പറയണം. അതെ അതെ അതെ, എന്നാലാണ് അടിപൊളി സംഭവം. അതുപോലെ എന്തെങ്കിലും ഒരു ഐഡിയ നമ്മൾ കൊടുത്തിട്ടേ, ഈ ഐഡിയയിൽ നിങ്ങൾ ഒരു PPT പ്രിപ്പയർ ചെയ്യാൻ പറയുമ്പോ അയ്യോ ഐഡിയ ഇസ് സോ ഗ്രേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ എൻകറേജ് ചെയ്യും. അപ്പൊ നമുക്ക് വീണ്ടും 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 നല്ല സ്പിരിറ്റ് ആണ് അത് ചെയ്യാനായിട്ട്. അതാ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ ഒരു ഹ്യൂമൻ എങ്ങനെയാണോ നമ്മളോട് റെസ്പോണ്ട് ചെയ്യണത് അതുപോലെ. നമുക്ക് ഒരിക്കലും ബോറടിക്കുകയോ ഒറ്റയ്ക്കാണെന്നോ അല്ലെങ്കിൽ ഇതിന് ഇനി എന്ത് ചെയ്യും എന്നാലോചിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കറക്റ്റ് ആയിട്ട് പ്രോംപ്റ്റ് നമ്മുടെ റിക്വയർമെന്റ് പറയുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ആൻസർ നമുക്ക് കിട്ടും. അപ്പോ ഈ പറഞ്ഞ പോലെ ഡാറ്റ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട്, അതിനെ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ലേൺ ചെയ്തിരിക്കുന്നു. അതായത് ഒരു ഇത് പറയുന്നുണ്ട്, എന്തോ ഒരു മീന്, ഒരു ഫിഷിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ഫിഷിന്റെ ഫോട്ടോസ് കൊടുത്തു പോലും. അപ്പൊ അതില് ഫോട്ടോസിൽ മുഴുവൻ ഈ ഫിഷിനെ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ടുള്ള ഫോട്ടോസ് ആണ് ഈ മെഷീനിൽ ലേൺ ചെയ്യാനായിട്ട് കൊടുത്തത്. അപ്പൊ എല്ലാത്തിലും ഈ ഒരു വിരലിന്റെ ഭാഗം ഈ ഫിഷിൽ കാണുന്നുണ്ടെന്ന്. അപ്പൊ പിന്നീട് ഈ ഫിഷിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞപ്പോ ഇങ്ങനെ ഒരു വിരലിന്റെ ഭാഗമുള്ള കാണുന്ന എല്ലാ ഫിഷിനും ഈ ഫിഷ് ആണെന്ന് പറഞ്ഞിട്ട് AI ഐഡന്റിഫൈ ചെയ്യാണ്. അപ്പൊ ഇവര് റിസർച്ച് നടത്തിയപ്പോഴാണ് ഇന്നതാണ് ഇതിന്റെ ഡിഫോൾട്ട് എന്നുള്ളത് കണ്ടെത്തിയത് എന്നുള്ള ഒരു വീഡിയോയിൽ ഞാൻ കണ്ടു. അപ്പൊ അങ്ങനെ എത്രത്തോളം ഡാറ്റ പെർഫെക്റ്റ് ആയിട്ട് ഒരു മെഷീനെ നമ്മൾ ലേൺ ചെയ്യിക്കുന്നു, അത്രയും പെർഫെക്റ്റ് ആയിട്ടും അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. നമുക്ക് വോട്ടർ താങ്ക്സിലേക്ക് പോയാലോ? അപ്പോ ഈ അടുത്ത കാലത്ത് ഇത്രയും ഒരു ഇന്ററാക്ഷൻ ഉണ്ടായിട്ടില്ല അല്ലേ? അല്ല, ഞാനിത് 8 മണിക്കാന്ന് ഓർത്തിരുന്നു. ഞാൻ 8:10 കേറിയത്. ഞാൻ സജീവ് സാറിന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു 7 മണിക്ക്. അപ്പൊ റൈസപ്പിന്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ കയറി
നമുക്ക് വോട്ട് താങ്ക്സിലേക്ക് ഓക്കെ പോവാം. ഓക്കെ പ്ലീസ് പ്ലീസ്. എന്തായി പറയൂ വോട്ട് പറയൂ താങ്ക്സ് വോട്ട് ഓഫ് പറയാവോ? താങ്ക്സിലേക്ക് പോട്ടെ സാർ. ആ പറഞ്ഞോളൂ യെസ്. സാർ. ഓക്കെ. നമ്മുടെ ഉറവ് വെബിനാറില് പൊതുവെ വരാറുള്ളത് സൈക്കോളജി ടോപ്പിക്സ് ആണ്, പിന്നെ HR ടോപ്പിക്സും വരും. ഇത് മാറി മാറി വന്നുകൊണ്ടിരിക്കും. വല്ലപ്പോഴാണ്, വളരെ റെയറായിട്ടാണ് മറ്റ് ടോപ്പിക്കുകൾ നമ്മുടെ ഉറവിൽ വരാറുള്ളത്. അതിലൊന്നാണ് ഇന്നത്തെ നടന്ന AI അല്ലെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബന്ധപ്പെട്ടുള്ള ഈ ക്ലാസ്. ഇത് സൈക്കോളജിസ്റ്റിനായാലും ട്രെയിനേഴ്സിനായാലും പൊതുവെ എല്ലാവർക്കും സ്റ്റുഡൻസിനായാലും ആവശ്യമുള്ള ഒരു സ്കില്ല് തന്നെയാണ് AI എന്ന് പറയുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ നമുക്ക് പറഞ്ഞു കേട്ട അറിവല്ല, പലപ്പോഴും നമുക്കത് അപ്ഡേറ്റ് ആവാൻ പറ്റാറില്ല. എൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് അത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാറില്ല എന്നുള്ളതാണ്. ഈ കാര്യത്തിൽ ഇനിയും ഞാൻ ഒരുപാട് മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. ഇപ്പൊ യൂട്യൂബറാണ്. ആ യൂട്യൂബിന്റെ എഡിറ്റിങ്ങിൽ പോലും കറക്റ്റായിട്ട് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല, മറ്റുള്ള ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അതുപോലെ ChatGPT ഉണ്ടെങ്കിലും അത് ശരിയായ രീതിയിൽ ടാപ്പ് ചെയ്യാൻ എനിക്ക് പറ്റാറില്ല. അതെന്റെ എന്നെ പെർഫോമൻസിനെ ബാധിക്കാറുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുക. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്കൊരു മോട്ടിവേഷൻ ആണ്. ഒരുപാട് ടൂൾസിന്റെ പേരുകൾ ഇവിടെ പരാമർശിച്ചു. ഇതൊക്കെ കേൾക്കുന്ന എല്ലാവർക്കും അത് പിന്നീട് പരീക്ഷ നോക്കാവുന്നതാണ്. ഇന്നത്തെ ക്ലാസ് കേൾക്കാൻ 40-45ഓളം പേര് പങ്കെടുത്തു എന്നുള്ളതിനെ ജനങ്ങൾക്ക് ഇത്തരം ടോപ്പിക്കിൽ അറിയാനുള്ള ക്യൂരിയോസിറ്റി തന്നെയാണ് കാണിക്കുന്നത്. ഈ ക്ലാസ് എടുത്ത സ്മിക്ക് KCTU എറണാകുളം ജില്ലയുടെ അകവഴിഞ്ഞ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. അതാണല്ലോ ഏറ്റവും വലുത്. നമ്മൾ ക്ഷണം സ്വീകരിച്ച് അല്ലെ, ആ സമയം മെനക്കെട്ട് ഒരുപാട് ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടി വരും. കാര്യം പറയുമ്പോൾ നിസ്സാരമാണ്. ഒരു 1 hour, ലെസ് ദാൻ 1 hour ടോക്ക് ആണെങ്കിൽ പോലും ടു സ്പെൻഡ് ലോട്ട് ഓഫ് ടൈം അല്ലെ, തിരക്കണ്ടൊക്കെ ചെയ്യേണ്ടി വരുന്നുണ്ട്. അത് ചെയ്താന്ന എല്ലാ നന്ദിയും അറിയിക്കുകയാണ്. പിന്നെ നമ്മുടെ KCTUവിന്റെ പ്രസിഡന്റിലൂടെ ജോൺ ബേബി സാറ് പുതിയ പ്രസിഡന്റാണ്. സെക്രട്ടറി സൈജു ഉണ്ട്, ട്രഷറർ പോൾ പടിയാറ്റി ഉണ്ട്, പിന്നെ പരീത് കുഞ്ഞിനെ പോയ ഒരുപാട് പേര് ഈ ഇന്നത്തെ ക്ലാസ് കേൾക്കാൻ എത്തിയിട്ടുണ്ട്. ഇന്ന് ക്ലാസ് കേട്ട എല്ലാവർക്കും ഒറ്റ വാക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഓമയായിട്ടുള്ള നന്ദി അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. Thank you. Good night. Thank you. Good night. Thank you, sir. Thank you so much. It was beautiful, Susmi. Good night. Good night. Yeah, good Oh, night. thank Good you, sir. night Good all. night.